സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് ഒരു ദിവസം പിന്നിട്ടിട്ടും മന്ത്രിമാർക്ക് അവരുടെ വകുപ്പുകൾ ഏതൊക്കെയെന്ന് പറയാനാവുന്നില്ല. കൊടിവെച്ച കാറും മന്ത്രിമന്ദിരവും കിട്ടി, പക്ഷേ വകുപ്പിൽ ഉറപ്പില്ല. ഒടുവിൽ കേട്ടത് മുഖ്യമന്ത്രിയുടെ വകുപ്പെന്ന് പറയപ്പെടുന്ന തുറമുഖ വകുപ്പിൽ വരെ തർക്കമുണ്ടെന്നാണ്. തർക്കം മൂലം വകുപ്പ് സംബന്ധിച്ച വിജ്ഞാപനം വൈകുന്നു. വകുപ്പുകൾ മന്ത്രിമാർക്ക് നൽകുന്നത് മുഖ്യമന്ത്രിയുടെ അവകാശമാണ്. എങ്കിൽ എന്തുകൊണ്ട് വി ഡി സതീശന് അതിന് കഴിയുന്നില്ല? VDS അഥവാ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ CM ആയപ്പോൾ കടന്നുവന്ന ജാതിവാൽ കോൺഗ്രസ്സുകാർക്ക് പോലും ദഹിച്ചിട്ടില്ല. ചാനൽ ചർച്ചകൾക്കെത്തുന്ന കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോണിൻ്റെ വിമർശന ഭാഷ ഇതായിരുന്നു: പഞ്ചിത്തിരി കുറഞ്ഞാലും ജാതിവാലുകൾ ചുമക്കാത്ത കോൺഗ്രസ് ആകുന്നതാണ് കുറെ കൂടി ഇൻക്ലൂസീവ്. ജാതിവാൽ ആക്ഷേപം മാത്രമല്ല, ഹിന്ദുത്വ വർഗീയതയോട് തരാതരം പോലെ സന്ധിയാവാമെന്നതിൻ്റെ വിളംബരവും സ്ഥാനാരോഹണത്തിൽ കണ്ടു. വന്ദേമാതരത്തിൻ്റെ പൂർണ്ണ ആലാപനം ഇനിയും എന്തെല്ലാം കാണാനിരിക്കുന്നു എന്ന തോന്നൽ മതനിരപേക്ഷ ചിന്താഗതിക്കാരുടെ മനസ്സിൽ പാകിയ നിമിഷമായിരുന്നു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജോർജ് കള്ളിവയലിൽ, മാധ്യമപ്രവർത്തകൻ, ഒപ്പം ഷാജി ജോസഫ്, മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ അൻവർ ഷാ പാലൂടും. ഞാൻ ആദ്യം ശ്രീ ഷാജി ജോസഫിലേക്ക്. ശ്രീ ഷാജി ജോസഫ്, ഇതിനു മുമ്പ് UDF സർക്കാർ അധികാരത്തിൽ വന്നത് 2011-2016 ആ ടേമായിരുന്നു. ഉമ്മൻചാണ്ടി ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി. അന്നത്തെ ആ സർക്കാരിൻ്റെ ഭൂരിപക്ഷത്തെക്കുറിച്ചൊക്കെ അറിയാം. ഇന്നത്തെ പോലെ 102 സീറ്റിൻ്റെ വലിയ ഭൂരിപക്ഷമൊന്നുമില്ല. 72 സീറ്റുകളുടെ ആകെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും അന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ മന്ത്രിമാരുടെ വകുപ്പുകൾ ഉമ്മൻചാണ്ടിക്ക് ലോകത്തെ അറിയിക്കാനായി. ഇന്നിപ്പോൾ ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും അതിൻ്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടില്ല. ഊഹാപോഹങ്ങളാണ്. പരസ്പര ധാരണയിൽ ചിലർക്ക് പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ്, വിജിലൻസ് ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ്, വലിയ തർക്കങ്ങളൊന്നും ഇല്ലാത്തൊരു വകുപ്പ്. ഞാനത് പറയാൻ കാര്യം, മുഖ്യമന്ത്രിയുടേതായി മാധ്യമങ്ങളിൽ വരുന്ന വകുപ്പുകളിൽ പോലും തർക്കം എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന വാർത്ത. തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി കൈയാളുന്നു, അതിൽ തന്നെ തർക്കമുണ്ട്. അത് വലിയ കാര്യമായ വകുപ്പില്ലാത്ത മറ്റു മന്ത്രിമാരിലേക്ക് കൈമാറണം എന്ന ആവശ്യം വരുന്നു. ഞാൻ പറയുന്നത്, ഉമ്മൻചാണ്ടിക്ക് പോലും ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ വകുപ്പുകൾ വിഭജിച്ച് നൽകാൻ കഴിഞ്ഞുവെങ്കിൽ ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി VD സതീശന് അദ്ദേഹത്തിൻ്റേതടക്കം വകുപ്പുകളിൽ വ്യക്തത വരുത്തി ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാവാം ഇത്? നേരത്തെ പല വിസ്മയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടല്ലോ. അതിലേക്ക് മറ്റൊരു വിസ്മയം കൂടി ചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് തന്നെ തമാശ രൂപേണ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ടു ബി ഓൺ എ സീരിയസ് നോട്ട്, ഈ ഗവൺമെൻറ് 24 മണിക്കൂർ കൊണ്ട് പല കാര്യങ്ങളും ചെയ്തു എന്ന് സതീശൻ എന്ന മുഖ്യമന്ത്രി അവകാശപ്പെടുമ്പോഴും വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഗവൺമെൻറ് അതിനുള്ളിൽ തന്നെ വളരെ ശക്തമായ ഒരു പ്രതിപക്ഷം നിലനിർത്തിക്കൊണ്ട് ജന്മമെടുത്തൊരു ഗവൺമെൻറ്റാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ഗവൺമെൻറ്റിനുള്ളിൽ തന്നെ നിലനിൽക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകളാണ് ഈ ഗവൺമെൻറ്റിനെ, മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തിട്ടും ഈ പോർട്ട്ഫോളിയോ വിഭജനം, വകുപ്പ് വിഭജനം സാധ്യമാകാതിരിക്കുന്നതിൽ ഏറ്റവും വലിയ തടസ്സം ആയിട്ട് ഞാൻ അറിയുന്നത്, മുഖ്യമന്ത്രി ശരത് നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ പോലും കുറെ കൂടെ പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ശക്തി, ഈ ഗവൺമെൻറ്റിലെ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും കയ്യാളി നിൽക്കുന്ന ഒരു വലിയ ശക്തി ഈ ഗവൺമെൻറ്റിൻ്റെ കടിഞ്ഞാൺ കയ്യിൽ പിടിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ശ്രീ സതീശനും ശ്രീ വേണുഗോപാലും ശ്രീ രമേശ് ചെന്നിത്തലയും നടത്തിയ പോരാട്ടങ്ങളുടെ ഒടുവിൽ സതീശൻ ആ പോരാട്ടത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന് കണ്ടതോടെ അടുത്ത നീക്കം നടക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ കടിഞ്ഞാൺ കയ്യിലെടുക്കുക, സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ഏറ്റവും ബലഹീനമായ ഒരു മുഖ്യമന്ത്രിയാക്കി തീർക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷെ അത് പറയുമ്പോഴും ശ്രീ ഷാജി ജോസഫ് ഒരു കാര്യം നോക്കണ്ടേ, ഇപ്പോൾ മുഖ്യമന്ത്രി കൈയാളുന്ന വകുപ്പുകൾ, പൊതുഭരണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, അതുപോലെ ധനകാര്യ വകുപ്പുണ്ട്, അതുപോലെ തന്നെ നിയമ വകുപ്പുണ്ട്. ഇതൊന്നും വിജ്ഞാപനം വന്ന് സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളല്ല, മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ളതാണ്. ആ ചർച്ചകളിൽ നിന്ന് അങ്ങനെയാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കൂടെയാണ് തുറമുഖ വകുപ്പ്. എന്നാൽ അതേസമയം ഈ വകുപ്പ് വിഭജനത്തിൽ തീരെ ദുർബലമായ വകുപ്പുകൾ ലഭിച്ച ആളുകളുണ്ട്. അതിനൊരു ബാലൻസിങ് വരാതെ വന്നു. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്ന് തുറമുഖ വകുപ്പ് എന്തിനാണ് മുഖ്യമന്ത്രി പിടിച്ചു വെക്കുന്നത് എന്ന ചോദ്യം അപ്പുറത്തു നിന്ന് ഉയരുകയാണ്. ഇപ്പോൾ എന്നോട് ഇത്തരം ഈ മന്ത്രിമാരുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയൊക്കെ ഓഫീസ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ നല്ല ധാരണയുള്ള ഒരാൾ പറഞ്ഞത്, സാധാരണ മുഖ്യമന്ത്രിയുടെ ഒരു ഓഫീസിലേക്ക്, മുഖ്യമന്ത്രിയുടെ പക്കലേക്ക് ശരാശരി ഒരു 150 ഫയലെത്തും നോർമലി. അതിൻ്റെ കൂടി ധനകാര്യം കൂടി ചേരുമ്പോൾ ഏതാണ്ട് ഒരു 100 ഫയൽ എന്ന മട്ടിൽ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരും. എല്ലാ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങളിൽക്കും ധനകാര്യ വകുപ്പിൻ്റെ ക്ലിയറൻസ് വേണം. ധനകാര്യ മന്ത്രി അതറിയണം. അതും വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 150 ഫയൽ, 100 ഫയൽ, അതിൻ്റെ കൂടെ അതാ നിയമവകുപ്പിലും ഈ പറഞ്ഞ പോലെ 40-50 ഫയലുകൾ വരെ ആ വകുപ്പ് മന്ത്രിയിലേക്ക് വരാം. അതും മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇത്രയധികം ജോലി ഭാരമുള്ളപ്പോൾ അതാണ് അപ്പുറത്ത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനു തുറമുഖ വകുപ്പ് പിടിച്ചു വെക്കുന്നു? ഈ വകുപ്പ് വിഭജനം, ആ ഡിസ്ട്രിബ്യൂഷൻ കുറച്ചുകൂടി സെൻസിബിൾ ആവണം, ബാലൻസിങ് ആവണം, ആക്ഷേപങ്ങളില്ലാത്ത തരത്തിലാവണം. അത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമല്ലേ? നേരത്തെ വിഴിഞ്ഞം പദ്ധതി കേരളത്തിൽ സാധ്യമായതോടുകൂടി തുറമുഖ വകുപ്പ് എന്ന് പറയുന്നത് വേണ്ടതിനും അപ്പുറം പാൽ ചൊരുത്തുന്ന ഒരു പശുവായി മാറുമെന്ന് പ്രതീക്ഷകൾ ഈ സംസ്ഥാനത്തെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കൾക്കും അറിയാമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിൽക്കണമെന്നുള്ള താല്പര്യത്തിൻ്റെ കാരണവും ഇതുതന്നെയാണ്. തൻ്റെ ഗവൺമെൻറ് വരുന്ന ആളുകളിൽ വലിയ ആരോപണങ്ങൾക്ക് വിധേയമാകും. അതിൽ നിന്ന് തൻ്റെ ഇമേജ് രക്ഷപ്പെടുത്തി നിർത്താനുള്ള ശ്രമത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്നാൽ ഇതുതന്നെയാണ് ഈ തുറമുഖ വകുപ്പ് സതീശനിൽ നിന്ന് എടുത്ത് സതീശനെ ഏറ്റവും പെയിലായി നിൽക്കുന്ന, ഏറ്റവും വിളറി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെൻറ്റിനുള്ളിലെ, ഈ ഗവൺമെൻറ്റിനെ പുറത്തു നിന്ന് കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹവും അതുതന്നെയാണ്. ഇതുപോലെ തന്നെയാണ്. വരാം ശ്രീ ഷാജി ജോസഫ്, അടുത്ത പോയിന്റിലേക്ക് വരും മുമ്പ് ശ്രീ അൻവർ ഷാ പാലോട്. ഇപ്പോൾ ശ്രീ ഷാജി ജോസഫ് പറഞ്ഞത് മുഖ്യമന്ത്രിയായ വി ഡി സതീശനെ കൂടുതൽ ദുർബലമാക്കാൻ ആ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് തന്നെ രൂപപ്പെട്ടിരിക്കുന്ന പുതിയ സാഹചര്യങ്ങൾ മൂലം സംഭവിക്കുന്നത്, അതായത് KC പക്ഷത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയുടേതാണോ? ഇപ്പോൾ മന്ത്രിമാർക്ക് അവരുടെ വകുപ്പുകൾ ഏതാണെന്ന് പറയാൻ കഴിയില്ല, ഒരു ഉറപ്പുമില്ല എന്ന് വന്നാൽ അത്തരമൊരു പാകപ്പിഴയുടെ ഉത്തരവാദിത്വം ആർക്ക് എന്ന ഒരു ചോദ്യം. രണ്ടാമത്തേത്, ഇപ്പോൾ ലീഗുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ലീഗിൻ്റെ കയ്യിലിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കോൺഗ്രസ്സിന് വേണമെന്ന് കോൺഗ്രസ് ചിന്തിക്കുമ്പോൾ എന്താണ് കോൺഗ്രസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലീഗിന് അത് കൈകാര്യം ചെയ്യാൻ പാകമല്ല എന്നുള്ളതാണ്. പകരം ലീഗ് ഫിഷറീസ് ചോദിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ കയ്യിലാണ്. കോൺഗ്രസ്സിന് അത് വിട്ടുകൊടുക്കാൻ വയ്യ. അപ്പുറത്ത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ബിഷപ്പ് ഹൗസിൽ പോയി ലത്തീൻ സഭയ്ക്ക് ഉറപ്പ് കൊടുത്തതായി ആ വൈദികർ തന്നെ പറയുന്നു. മുഖ്യമന്ത്രി ഉറപ്പ് തന്നു അവരുടെ പരാതി പരിഹരിക്കാൻ. കാരണം ലത്തീൻ സമുദായത്തിന് പരിഗണനയില്ല, കടലറിയുന്നവർ വേണം മന്ത്രിയായി വരാൻ എന്നവരൊരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ഫിഷറീസ് ലീഗ് ചോദിക്കുന്നു. എന്നാൽ കോൺഗ്രസ്സിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വേണം താനും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് ഹാൻഡിൽ ചെയ്യുന്നതിനോട് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വലിയ താല്പര്യമില്ല എന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഞാൻ ഈ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയത് ഇപ്പോൾ വാർത്തകളിൽ ഏറ്റവും സജീവമായ ചില ഉദാഹരണങ്ങൾ എന്ന നിലയ്ക്കാണ്. എന്തുകൊണ്ട് ഇത്രയേറെ വൈകുന്നു? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാവാം? അല്ല ശരത്, നമ്മൾ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമ്മളൊരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരുന്ന ഒരു കക്ഷി ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായിട്ട് ഏത് വകുപ്പുകൾ ആരൊക്കെ കൈകാര്യം ചെയ്യണം, ആർക്കാണ് ഇന്ന വകുപ്പ് എന്നൊക്കെ ഉള്ളത് ഒരു മുഖ്യമന്ത്രിയാണ് കൂടുതൽ തീരുമാനമെടുത്ത് അത് എത്രയും പെട്ടെന്ന് ആ മന്ത്രിമാർ ചുമതല ഏറ്റെടുത്ത് ആ വകുപ്പുകളിലേക്ക് പോയി ഫയലുകൾ തീർപ്പാക്കുക, ആ ഫയലുകളുമായി ബന്ധപ്പെട്ട മുൻപ് എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ
ക്യാബിനറ്റ് കഴിഞ്ഞു, ഫസ്റ്റ് ക്യാബിനറ്റ് കഴിഞ്ഞു. അതിനുശേഷം CMന്റെ ഒരു ബ്രീഫിംഗ് കഴിഞ്ഞിട്ട് പോരും ഇപ്പോഴും വകുപ്പുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ, ഇനി അത് നോട്ടിഫിക്കേഷനായിട്ട് പുറത്തിറങ്ങുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. അത് ഈ സമയത്തും വരാത്തത് കൊണ്ട് പല മന്ത്രിമാർക്കും ഇനി എന്ത് ചെയ്യണം, എൻ്റെ വകുപ്പ് തന്നെ ഏതാണ്, അല്ലെങ്കിൽ ഞാൻ ഏത് സീറ്റിലാണ് ഇരിക്കേണ്ടത് എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിനകത്ത് കൃത്യമായിട്ടുള്ള കളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്ന് കേരളത്തിലെ പൊതുജനം ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. മാധ്യമങ്ങൾ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. പ്രതിപക്ഷം ചിന്തിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു മുന്നണിയാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവർക്ക് ഇതിനെക്കുറിച്ച് എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകുമല്ലോ. ആരെ സമരം ചെയ്തു അവരെ ചേർത്ത് പിടിക്കണം, കഴിഞ്ഞ 10 വർഷമായിട്ട് ആരെയാണോ ഈ സർക്കാർ ചേർത്ത് പിടിക്കാത്തത് എന്നൊക്കെയുള്ള എല്ലാ ധാരണയും ഉള്ളവർക്ക് വകുപ്പിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ലാതെ പോകുന്നു, അല്ലെങ്കിൽ കൃത്യമായ ഓർഡർ പുറത്തിറങ്ങുന്നില്ല എങ്കിൽ ഇത് ഇപ്പോഴും ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ് എപ്പോഴും അൻവർ ഷാ പറയുന്നത്. പറയാറുണ്ടല്ലോ. ഈ മന്ത്രിമാരെ തീരുമാനിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ഒരു അവകാശവാദം അതായിരുന്നു. മുഖ്യമന്ത്രി അത് വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതിലൊന്നും ഒരു തെറ്റില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നതല്ലേ 20 മന്ത്രിമാരും ഉണ്ടാകും, വന്നില്ലേ എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, വന്നു. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അത് ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണി, കൃത്യം 2 മണിക്കായിരുന്നു ആ വാർത്താ സമ്മേളനം മന്ത്രിസഭാ യോഗത്തിന് ശേഷം. ഇന്ന് 2 മണി കഴിഞ്ഞ് ഇന്നിപ്പോൾ നേരം രാത്രിയായി 8 മണി കഴിഞ്ഞു. പക്ഷേ ഈ നേരം വരെയും അദ്ദേഹം കൊണ്ടുവന്ന 20 മന്ത്രിമാരുടെ വകുപ്പുകൾ ഏതാണെന്ന് അദ്ദേഹത്തെ ഈ ചുമതല ഏൽപ്പിച്ച നാട്ടുകാരോട് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ വകുപ്പ് വിഭജനങ്ങളുടെ കാര്യത്തിൽ ടീം UDF ഉണ്ടോ, ടീം കോൺഗ്രസ് ഉണ്ടോ? ഇല്ല, ഈ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും വകുപ്പ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തന്നെ പറയുന്നത് ആ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറിയാം, ഉന്നത വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ഒരു മന്ത്രി തന്നെയാണ് മുമ്പ് കോൺഗ്രസിന്റെ സമയത്ത് പല ഘട്ടങ്ങളിലായിട്ട്, പിന്നീട് അതിന് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ LDF ഗവൺമെന്റിൽ നമുക്കറിയാം വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും മാറ്റം വന്നു. അത് നമ്മുടെ ഈ പറയുന്ന മുന്നണിയുടെ ഒരു ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് വകുപ്പ് തന്നെ വേണം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ബോധ്യം ഇവർക്കാർക്കും ഉണ്ടായിട്ടില്ല. ഇവർ ഇത്രയും നാളായിട്ട് പറഞ്ഞു നിന്നിരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ല, ഞങ്ങൾ ടീം UDF ആണ്, കഴിഞ്ഞ 10 വർഷമായി ഞങ്ങളെ ജനങ്ങൾ അധികാരത്തിന് പുറത്തിരുത്തിയേക്കുകയാണ്, ഇനി ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടയിൽ യാതൊരുവിധ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകില്ല. നമ്മൾ കണ്ടതാണല്ലോ, നമ്മൾ ഈ 2011 മുതൽ 16 വരെ ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. 2016 ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പുതിയൊരു സർക്കാർ വരുന്നു, പിണറായി സർക്കാർ, ഒന്നാമത്തെ LDF സർക്കാർ വരുന്നു, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുന്നു. എവിടെയെങ്കിലും ഒരു മാധ്യമങ്ങൾക്ക് ഇതുപോലെ ഒരു വിമർശനം ഉന്നയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു? ഇല്ല. ഇന്നിപ്പോ നമുക്കറിയാം, ഇത്രയും നാള് മുൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നത് പൂച്ച വെറ്റ് കിടക്കുന്ന ഖജനാവ് എന്നായിരുന്നു. ആ പൂച്ച വെറ്റ് കിടക്കുന്ന ധനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള ഈ ഖജനാവിൽ നിന്നാണ് 395 കോടി രൂപ 8 മന്ത്രിമാരുടെ കെട്ടിടങ്ങൾ അറ്റകുറ്റപ്പണിക്കായിട്ട് കൊടുത്തത്. അതുപോലെ തന്നെ ഇതാ പെൻഷന് അടുത്ത മാസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉത്തരവ് 1037 കോടിയുടെ ഉത്തരവിറക്കി. അപ്പൊ ഇതെല്ലാം ഈ പൂച്ചപെറ്റ ഖജനാവിൽ നിന്ന് കഴിഞ്ഞ സർക്കാർ ഒരു പ്രശ്നവും ഇല്ലാതെ ഇറങ്ങിപ്പോയത് കൊണ്ടാണ് അവർക്കിപ്പോ കൊടുക്കാൻ പറ്റിയത്. ഇതേപോലെ ആയിരുന്നില്ല 2016 ഈ പറയുന്ന മന്ത്രിമാരുടെ കൃത്യമായിട്ടുള്ള വിഭജനം ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, എവിടെയാണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായി അഡ്രസ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു. പക്ഷെ ഇപ്പോഴും ഇവിടെ ഇത്ര പക്ഷത്തിലുള്ള ആൾക്കാർ KCയോടൊപ്പം, ഇത്ര പക്ഷത്തിലുള്ള ആൾക്കാർ VDയോടൊപ്പം, RCയോടൊപ്പം എന്ന് പറഞ്ഞ് വകുപ്പുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതിന് എന്ന് മാറും എന്ന് നമുക്ക് കണ്ടറിയാം. ഞാൻ അൻവറിലേക്ക് വരാം. ശ്രീ ഷാജി ജോസഫ്, ഇപ്പോൾ നോക്കൂ, മുൻ KPC പ്രസിഡന്റാണ് മുരളീധരൻ. അദ്ദേഹത്തിൻ്റെ വകുപ്പ് ആദ്യം വൈദ്യുതി വകുപ്പായിരുന്നു നൽകിയെന്ന് മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞു. അദ്ദേഹം അതിൽ അസ്വസ്ഥനായി. ഉടനെ അത് അദ്ദേഹത്തിന് ആരോഗ്യവും ദേവസ്വവുമാണെന്നുള്ള കരക്കമ്പി പരന്നു.
ഇത് വെച്ചിട്ട് അതാണ് ഏറ്റവും രസകരം കേട്ടോ. ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹത്തെ ഇരുത്തി വാർത്താവതാരകർ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, ഈ ആരോഗ്യവകുപ്പിലെ സിസ്റ്റമൊക്കെ നന്നാക്കാൻ അത്ര എളുപ്പമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം കുറേ നേരം വർത്തമാനം പറഞ്ഞ് കഴിയുമ്പോഴാണ് ഓർക്കുന്നത്, അല്ല എനിക്ക് അങ്ങനെ ഔദ്യോഗികമായി അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, കിട്ടിയാൽ എന്ന് കുറെ കഴിഞ്ഞാണ് കെ മുരളീധരന് ഈ ഒരു അബദ്ധം പിണഞ്ഞത്. ചോദിച്ചവരും അത് ഉദ്ദേശിക്കുന്നില്ല, കാരണം അവർക്ക് കിട്ടിയ വിവരം വെച്ച് പറയാണ്. പക്ഷേ എന്താ പ്രശ്നം? അത് കേൾക്കുന്നത് ആദ്യം AP അനിൽകുമാറിന് വെച്ചിരുന്ന വകുപ്പാണ് അത്രേ. ഇതാണല്ലോ മാധ്യമ ഭാഷ, അത്രേ. അതായത് ദേവസ്വവും ആരോഗ്യവും AP അനിൽകുമാറിനായിരുന്നു അത്രേ. കെ മുരളീധരൻ പിണങ്ങിയപ്പോൾ ആ വകുപ്പുകളെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു അത്രേ. ഈ അവസ്ഥ നിൽക്കുകയാണ്. ഈ അവസ്ഥയിൽ നിന്നിട്ട് പക്ഷേ വളരെ ആധികാരികമായി ഇതേക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ചർച്ചകൾ എല്ലാ ചാനലുകളിലും നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെയൊക്കെയായിട്ട് കണ്ട ചില അനുഭവങ്ങൾ പറഞ്ഞതാണ്. അതങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതുപോലെ വേറെ നിരവധിയായ പ്രശ്നങ്ങൾ, ലീഗും കോൺഗ്രസും തമ്മിൽ, ഉന്നത വിദ്യാഭ്യാസവും ഫിഷറീസും തമ്മിൽ ഉള്ള പ്രശ്നം നിൽക്കുന്നത് നമ്മളിവിടെ സൂചിപ്പിച്ചു. നേരത്തെ ഷാജി ജോസഫ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി VD സതീശനെതിരായിട്ടുള്ളൊരു വലിയ ഗ്രൂപ്പ് എങ്ങനെ ആ മന്ത്രിസഭയ്ക്കകത്ത് തന്നെ നിൽക്കുന്നു, കോൺഗ്രസിനകത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷേ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അദ്ദേഹം പറഞ്ഞെന്താണ്? മന്ത്രിമാരെ തീരുമാനിക്കുന്ന കാര്യത്തിലും മറ്റും ACC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായി സംസാരിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്തും, ധാരണ വരുത്തും എന്ന് തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അതിനർത്ഥം അങ്ങനെയാണെങ്കിൽ അത് നടന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ആലോചനകൾ എവിടേക്കോ പാളിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ചർച്ചകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിനിടയിൽ തർക്കങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ അവകാശവാദം ശരിയല്ല എന്ന് തെളിയിക്കുന്നതാണ് മുഖ്യമന്ത്രി പദം മുതൽ അദ്ദേഹം ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തെ AICC നോമിനേറ്റ് ചെയ്ത സമയം മുതൽ, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത സമയം മുതൽ ഇന്ന് ഈ സമയം വരെ ഈ ഗവൺമെൻറ്റിലും കോൺഗ്രസിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, UDFിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് ഇവർക്കിടയിൽ യാതൊരു രീതിയിലുമുള്ള സത്യസന്ധമായ ധാരണയല്ല ഉണ്ടായിരിക്കുന്നത്. അവർ അവരുടേതായ രീതിയിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പലപ്പോഴായി തകർന്ന് തരിപ്പണമാകുന്നു. ഞാൻ ഒരു കാര്യം പറയാം. യു സീ, ദിസ് ഗവൺമെൻറ് ഈസ് ഫ്രോട്ട് വിത്ത് കോൺഫ്ലിക്ട്സ് വിതിൻ. ദിസ് ഗവൺമെൻറ് ഈസ് ഫ്രോട്ട് വിത്ത് പുൾസ് ആൻഡ് പ്രഷേഴ്സ്. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിന്, ഒരു മുഖ്യമന്ത്രി ഇത്രയും വിളറി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിന് എങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും? പൊതുജനങ്ങൾ ഇതെല്ലാം കാണുകയല്ലേ. 24 മണിക്കൂറിനുള്ളിൽ സത്യപ്രതിജ്ഞ നടത്തി ഫുൾ കോറം ക്യാബിനറ്റിനെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിച്ചു എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് പുതിയ കാര്യങ്ങളൊന്നുമല്ല. LDF ഗവൺമെൻറ്റുകൾ എപ്പോൾ വന്നോ അപ്പോഴെല്ലാം ഫുൾ ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ കാര്യത്തിൽ ഇത് ശരിയാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ എന്നും ഫാക്ഷണൽ ഫ്യൂഡ് കൊണ്ട്, വിഭാഗീയത കൊണ്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അത് അവരുടെ ശക്തിയാണെന്ന് അവർ അവകാശപ്പെടാം. ഞാനിപ്പോൾ കാണുന്ന ഒരു കാര്യം, 991 മുതൽ 2004 വരെ കരുണാകരൻ ആൻ്റണി 2 ഗ്രൂപ്പുകൾക്കിടയിൽ നടന്നിരുന്ന ആ ഫാക്ഷണൽ വാറിൻ്റെ മറ്റൊരു പുതിയ തലമുറ തുടക്കമാണ് ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ തുടങ്ങുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പറയാൻ കാരണം നമുക്കറിയാം, മോർണിംഗ് ഷോസ് ദ ഡേ, പ്രഭാതമാണല്ലോ ദിവസം എങ്ങനെയായിരിക്കുമെന്ന് നമ്മളെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ ഒരു മുഖ്യമന്ത്രിക്ക് നിയന്ത്രണമില്ലാത്ത, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അധികാരം പൂർണ്ണമായി, മുഖ്യമന്ത്രി എന്ന പദത്തിൻ്റെ അധികാരം പൂർണ്ണമായി വിനിയോഗിക്കാനുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ അതിനുള്ള അധികാരം പൂർണ്ണമായി ഡിനൈ ചെയ്യുന്ന, നിഷേധിക്കുന്ന ശക്തികൾ ക്യാബിനറ്റിനുള്ളിൽ തന്നെ നിൽക്കുകയാണ്. അവർക്ക് ആശീർവാദം കൊടുക്കുന്ന ശക്തികൾ ഗവൺമെൻറ്റിന് പുറത്ത് നിൽക്കുകയാണ്. അങ്ങനെ വന്നാൽ 102 എന്ന് പറയുന്ന വലിയ സംഖ്യയിലുള്ള ഭൂരിപക്ഷം നേടി ഇവിടുത്തെ ജനങ്ങൾ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങളിലെ ഓരോ ചെറിയ തീരുമാനങ്ങൾ പോലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ. കെ കരുണാകരൻ പണ്ട് എറണാകുളം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സെബാസ്റ്റ്യൻ പോളിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞൊരു ഡയലോഗ്, ഒരു ഫേമസ് ഡയലോഗുണ്ട്.
അന്ന് സെബാസ്റ്റ്യൻ പോളിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ടെലിവിഷനായിരുന്നു. തൻ്റെ പിന്തുണ സെബാസ്റ്റ്യൻ പോളിനാണ് എന്ന് അറിയിക്കാൻ, ജനങ്ങളെയും കോൺഗ്രസ്സുകാരെയും അറിയിക്കാൻ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗുണ്ട്. എല്ലാവരും ടെലിവിഷൻ കാണുന്നുണ്ടല്ലോ അല്ലേ എന്നാണ് ചോദിച്ചത്. ഇതുപോലുള്ളൊരു ഫാക്ഷണൽ ഫ്യൂഡിലേക്ക്, ആന്റണി കരുണാകരൻ കാലത്തിലേക്ക് ഈ ഗവൺമെൻറ്റും ചെന്നെത്തും. കെ സിയും അതുപോലെ തന്നെ സതീശനും ഇടയിൽ ഈ പാർട്ടി ഇനി മുന്നോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടാകുന്ന ഒരു തരത്തിലേക്കാണ് ഈ തുടക്കം. പക്ഷേ അതിലൊരു പ്രശ്നം, ആ കാലത്ത് രണ്ട് നേതാക്കളും കോൺഗ്രസിലെ അത്ര വലിയ നേതാക്കൾ തന്നെയായിരുന്നു, അത്ര ശക്തവുമായിരുന്നു ഇരുവരുടെയും ഗ്രൂപ്പുകൾ. പക്ഷേ ഇപ്പോഴത്തെ കോമ്പോസിഷൻ നോക്കൂ. ഇപ്പോൾ ഹൈക്കമാൻഡ് അന്ന് MLA-മാരുടെ കോൺഗ്രസിൻ്റെ ഒരു പരമ്പരാഗത കീഴ്വഴക്കങ്ങളും രീതികളും വെച്ചു മാത്രം മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷേ ഇന്നത്തെ ഈ സാഹചര്യം മാറുമായിരുന്നില്ലെങ്കിൽ. കാരണം KC പക്ഷത്തിനാണ് MLA-മാരിൽ ബഹുഭൂരിപക്ഷം എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയിൽ മന്ത്രിമാർ വന്നാൽ അവരുടെ തലയെണ്ണി KC പക്ഷത്തിനാണ് വലിയ ആധിപത്യം എന്ന് വ്യക്തമായ സാഹചര്യം. അങ്ങനെ KC പക്ഷത്തിന്, അല്ലെങ്കിൽ KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇപ്പോൾ VD സതീശൻ ധനകാര്യമന്ത്രിയായി, രമേശ് ചെന്നിത്തല വേണമെങ്കിൽ ആഭ്യന്തരമന്ത്രിയായി, ഇതിനോടകം തന്നെ വിജ്ഞാപനം എപ്പോഴേ ഇറങ്ങുമായിരുന്നു. തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത വിധം ആ നിലയിൽ മന്ത്രിസഭയ്ക്കകത്ത് സ്വന്തം പാർട്ടിയിലെ മന്ത്രിമാരിൽ ഭൂരിപക്ഷമില്ലാത്ത ദുർബലമായ ഒരവസ്ഥ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഉണ്ട് എങ്കിൽ, VD സതീശൻ ഉണ്ട് എങ്കിൽ അന്നത്തെ ആ സംഭവങ്ങളെയൊക്കെ ശരിവെക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ രണ്ട് ഗ്രൂപ്പുകൾ ഒരുപോലെ ശക്തമല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സംഘടനാപരമായും സർക്കാരിനകത്തും ദുർബലമല്ലേ? ശരത്തെ, മുഖ്യമന്ത്രിയുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും KCയും രമേശ് ചെന്നിത്തലയും G കാർത്തികേയനുമൊക്കെ ഈ കോൺഗ്രസിൻ്റെ മൂന്നാം ഗ്രൂപ്പിലെ പ്രധാനികളായിരുന്നു ഒരു കാലത്ത്. അവർ ഇപ്പോൾ ഈ കസേരയ്ക്ക് വേണ്ടി അവർക്കിടയിൽ ചില മത്സരം വന്നു എന്നതല്ലാതെ ഈ പാർട്ടിയിലെ ഇന്നത്തെ നിലയിൽ ഇവർ മൂന്ന് പേരും പിടിക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാണരുത്. ശരി, ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ പറയാനിരുന്ന ഒരു കാര്യമല്ല, പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എൻ്റെ ഒരു ധാരണ, കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ, മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഈ പാർട്ടി, ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഈ പാർട്ടിയുടെ BJPയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഇത് മുന്നോട്ട് പോകുന്ന കാലത്ത് കോൺഗ്രസ് ക്ഷീണിക്കുന്നു, അത് ശക്തമാകുന്നില്ല എന്ന് വടക്കേ ഇന്ത്യയിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന് കേരളത്തിൽ സംഭവിച്ച കാര്യത്തിൽ എനിക്കൊരു ധാരണയുണ്ട്. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നതിനെ ഹൈ എന്ന വാക്ക് കട്ട് ചെയ്തൊരു കമാൻഡാക്കി മാത്രം UDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ ചില സഖ്യകക്ഷികളുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിക്കൊണ്ട് എടുപ്പിച്ചൊരു തീരുമാനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് സെലക്ഷൻ എന്നാണ് എൻ്റെ ധാരണ ഇതിനെക്കുറിച്ച്. ഞാൻ ശ്രീ ജോർജ് കള്ളിവയലിലേക്ക് കൂടി പോവാണ്. അദ്ദേഹം ദില്ലിയിൽ നിന്ന് നമ്മൾക്കൊപ്പം ഈ ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. ശ്രീ ജോർജ് കള്ളിവയലിൽ, ഞങ്ങൾ സംസാരിച്ചത് താങ്കളിപ്പോൾ ദില്ലിയിലാണുള്ളത്, അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി ആര് എന്നതിനെ സംബന്ധിച്ച് ഏതാണ്ട് നമ്മളൊരു 12 ദിവസത്തോളം കാത്തിരുന്നു, ചർച്ച ചെയ്തു. നിങ്ങളൊക്കെ എല്ലാ ദിവസവും AICC ആസ്ഥാനത്ത് നമ്പർ 10 ജനപഥിന് മുമ്പിലൂടെയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ച് അലഞ്ഞ് നടന്നതൊക്കെ ഉണ്ട്. ചർച്ചകളിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു, പത്രത്തിൽ സ്ഥിരമായി ഇതേക്കുറിച്ച് എഴുതിക്കൊണ്ടിരുന്നു. ആ സെഷൻ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു അവസ്ഥ, ഞങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മന്ത്രിമാരായി, ഈ മന്ത്രിമാർക്കൊക്കെ കാറ് കിട്ടി, കൊടിവെച്ച കാറ് കിട്ടി, മന്ദിരങ്ങൾ കിട്ടിയതിൻ്റെ വാർത്തകളും വൈകുന്നേരമൊക്കെ കണ്ടു. ഓരോ മന്ത്രിമാർക്കും കിട്ടിയ ഔദ്യോഗിക വസതികളുടെ പേരുകളുമൊക്കെ വാർത്തകളിലുണ്ട്. ഇപ്പോൾ OJ ജനീഷ്, ഇതിലേറ്റവും ചെറുപ്പക്കാരനായ പ്രായം കുറഞ്ഞ മന്ത്രിക്ക് മൻമോഹൻ ബംഗ്ലാവാണ് എന്ന് കണ്ടു. അതുപോലെ തന്നെ ഈ ബംഗ്ലാവുകളൊക്കെ നന്നാക്കുന്നതിന് അറ്റകുറ്റപ്പണി, ഇപ്പോൾ അറ്റകുറ്റപ്പണിയാണ് കേട്ടോ, പണ്ടത് ധൂർത്തായിരുന്നു. ഈ അറ്റകുറ്റപ്പണിക്ക് ഇപ്പോൾ ഏതാണ്ട് 350 കോടി സർക്കാർ പൂച്ചപെറ്റ് കിടക്കുന്ന ഖജനാവിൽ നിന്ന് കൊടുത്ത വിവരമൊക്കെ ഇന്നിങ്ങനെ കാണാനിടയായി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മന്ത്രിമാരുടെ വകുപ്പ് ഏതാണെന്ന് കള്ളിവയലിൽ ഇപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. അത് അവർക്കറിയില്ല, പിന്നല്ലേ നമ്മൾക്ക്. ഇതാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ വർത്തമാനം. ശ്രീ കള്ളിവയലിൽ, എന്തുകൊണ്ടാവാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഒരു മുന്നണി ഭരണം നമുക്കറിയാം, ഒരു നല്ല തുടക്കം ശ്രീ VD സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ എത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു 3 മുതൽ 6 മാസം വരെയെങ്കിലും സമയം കൊടുത്തിട്ട് വേണം നമ്മൾ വിമർശിക്കാൻ തുടങ്ങാൻ. ഇത് വിമർശനമല്ല, ഒരു തെറ്റിദ്ധരിക്കരുത്, ഇതിലെന്ത് വിമർശനമാണ്? ഒരു വിമർശനമില്ല. പക്ഷേ ചോദ്യത്തെ വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നത്. താങ്കളെ ചോദിക്കണം, നമ്മളെല്ലാവരും കേരളത്തിലെ ഒത്തിരിയേറെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ മന്ത്രിമാരുടെ കള്ളിവയലിൽ ഈ മന്ത്രിമാരുടെ വകുപ്പ് പറഞ്ഞാലല്ലേ നമുക്ക് വിമർശിക്കാൻ പറ്റൂ. അവർ ചെയ്യുന്നത് എന്തെങ്കിലും അവരോട് ചോദിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അതിനെ നിരീക്ഷിക്കാൻ. ഞാൻ സമ്മതിച്ചു. പക്ഷേ
ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. അതായത് മന്ത്രിമാരെ ഒരുമിച്ച് മുഴുവൻ മന്ത്രിസഭയ്ക്കും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്ന് തന്നെ ചെറിയ കാര്യമല്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. അത് പത്രങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞു. എനിക്കറിയാം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാന്ന്, ആരോഗ്യമന്ത്രി കെ മുരളീധരനാന്ന്. അത് പത്രങ്ങളിലുണ്ട്. അവിടെ ഒരു പ്രശ്നം അതാണ്. ചില തർക്കങ്ങളുണ്ട്. ഇപ്പം ചില തർക്കങ്ങൾ ഉണ്ടെന്നുള്ളത് അംഗീകരിക്കുകയാണ്. ഞാൻ പറയുന്നത് അത് സോർട്ട് ഔട്ട് ചെയ്യാൻ അവർക്കൊരു ചെറിയ സമയം കൊടുക്കരുതോ? അത് കാരണം ഒരു ദിവസം കഴിഞ്ഞു. ഒരു ഒറ്റ പാർട്ടിയല്ല, ഒരു ദിവസം കഴിഞ്ഞു. അതിനകത്ത് വലിയൊരു ഭീകര കുഴപ്പം ഞാൻ കാണുന്നില്ല. അതിൽ തെറ്റില്ല കള്ളിവേൽ. ഞാൻ നേരത്തെ ഉദാഹരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിലും കുഴപ്പം പിടിച്ച ഒരു മുന്നണി സംവിധാനത്തിലൂടെ കേരളത്തെ നയിച്ചത് 2011-16 UDF ആണ്. ഇപ്പോൾ നേരത്തെ ഷാജി ജോസഫ് പറഞ്ഞല്ലേ, നമുക്ക് LDF-നെ UDF-നെ രണ്ടായി തന്നെ കാണാം. ഇപ്പോൾ LDF സർക്കാരുകൾ വന്നാൽ അത് പൂർണ്ണമായി തന്നെ മുഖ്യമന്ത്രിക്കൊപ്പം എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് പതിവ്. അതിൽ വേറെ തരം പ്രശ്നങ്ങളോ സമ്മർദ്ദമോ ഒന്നും ഉണ്ടാകില്ല. UDF വരുമ്പോൾ ഈ പ്രശ്നങ്ങളുണ്ട്. 91-ൽ കെ കരുണാകരൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഘടകകക്ഷികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എ ഗ്രൂപ്പിൽ നിന്നുന്ന പേര് വെട്ടിമാറ്റി അത് ഒഴിവാക്കാൻ പറഞ്ഞ ചില പേരുകൾ പറഞ്ഞ രാഷ്ട്രീയ ചരിത്രമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. 91-ൽ അത് സംഭവിച്ചിട്ടുണ്ട്. അത് പക്ഷേ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും മുമ്പാണ്. പക്ഷേ 2011-ൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് അന്ന് വെറും 72 MLA-മാരുടെ ഭൂരിപക്ഷം മാത്രമുള്ള UDF വരുമ്പോൾ ആദ്യത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ക്യാബിനറ്റിന് ശേഷം മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ മന്ത്രിമാരുടെ വകുപ്പിൻ്റെ ലിസ്റ്റായിരുന്നു. ഇങ്ങനൊരു സാഹചര്യം പക്ഷേ കേരളത്തിൽ ഇത് ആദ്യമാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ മാണി സി കാപ്പൻ അടക്കമുള്ളവരുടെ പ്രശ്നങ്ങൾ പരസ്യമായിട്ട് സോർട്ട് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ 6 മാസം ഒരു ടേം വ്യവസ്ഥയിലാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അത് ഈ പ്രശ്നം മുസ്ലിം ലീഗിന് ഒരു താല്പര്യമുണ്ട്, ഫിഷറീസും വിദ്യാഭ്യാസവും സംബന്ധിച്ച്. അപ്പൊ ഫിഷറീസ് വകുപ്പും ഉന്നത വിദ്യാഭ്യാസവും ഏറ്റെടുക്കാനുള്ള മുഖ്യമന്ത്രിയുടെയും കോൺഗ്രസിന്റെ ഒരു താല്പര്യം അതിനോട് പൂർണ്ണമായി വഴങ്ങിയിട്ടില്ല. അപ്പം അതിൽ താങ്കൾ കാണുന്ന ഒരു സാധ്യത എന്താണ്? അതിൽ കാണുന്ന ഒരു സാധ്യത, കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കാമെന്ന് ലീഗ് പറയുന്നുണ്ട്, പക്ഷേ ഫിഷറീസ് വേണം. എന്നാൽ ഫിഷറീസിൻ്റെ കാര്യത്തിൽ ലത്തീൻ സഭയ്ക്ക് ചില ഡിമാൻഡ്സ് ഉണ്ട്. മുഖ്യമന്ത്രി ബിഷപ്പ് ഹൗസിൽ പോയി തന്നെ അവരോട് സംസാരിച്ച് അവർക്ക് വേണ്ട ഉറപ്പ് കൊടുത്തു എന്നാണ് ഈ ബിഷപ്പുമാർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതെങ്ങനെ സോർട്ട് ഔട്ട് ആവും? താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്തായിരിക്കാം മുന്നണിയിൽ സംഭവിക്കുക? ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ലത്തീൻ സഭ മാത്രമല്ല, തീരപ്രദേശത്തു നിന്നുള്ള കോൺഗ്രസ്സുകാരടക്കം കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഉന്നത വിദ്യാഭ്യാസ വകുപ്പെങ്കിലും അത് കോൺഗ്രസിന്റെ പക്കലിരിക്കണം എന്നത് ഒരു പൊതു തീരുമാനമാണ്. അതേസമയം ഫിഷറീസ് വകുപ്പിന്റെ കാര്യത്തിലും ഒരു പൊതു ധാരണ കോൺഗ്രസിലുണ്ട്. കോൺഗ്രസ് അത് പറയുന്നതിന് കേരളത്തിലെ പല ഇക്വേഷൻസും കൂടെ കണക്കാക്കിയാണ്. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം അവർക്കും തീരപ്രദേശത്ത് ഒത്തിരിയേറെ മുസ്ലിങ്ങളുടെ താല്പര്യങ്ങളുള്ള മലയോര അവിടെ ഇങ്ങത്തേക്ക് തിരുവനന്തപുരത്ത് മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള മേഖലകളിൽ ഒത്തിരി മുസ്ലിം വശത്തുള്ള ആളുകൾ. അപ്പോൾ അതിൽ ആര് വിജയിക്കും? സഭ വിജയിക്കുമോ മുസ്ലിം ലീഗ് വിജയിക്കുമോ? ഒരു ഓരോരുത്തർ അവരുടെ താല്പര്യം പറയും. എന്തായാലും ഒരു തീരുമാനം എടുക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ഞാൻ പറയുന്ന എൻ്റെ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ തിരുവനന്തപുരത്ത് 7 കൊല്ലം ജോലി ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ അന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ അവർ പരിഹരിക്കും രമ്യമായി. കോൺഗ്രസ് പ്രത്യേകിച്ച് UDF ഇതിലും വലിയ പരിഹരിക്കണമല്ലോ, കാരണം ഇത് കേരളത്തിന്റെ ആവശ്യമാണല്ലോ. കേരളത്തിന് ഒരു നല്ല ഫിഷറീസ് വകുപ്പ് ഉണ്ടാവണം, മന്ത്രി ഉണ്ടാവണം, ഉന്നത വിദ്യാഭ്യാസത്തിന് വൈകിട്ടത്തേക്ക് മുമ്പ് ഇന്ന് രാത്രിയോ നാളെ വൈകിട്ടോ അത് മുഖ്യമന്ത്രി VD സതീശൻ അത് പരിഹരിക്കുക തന്നെ ചെയ്യുമെന്നൊരു ഒരു വിശ്വാസം എനിക്കുണ്ട്. എന്ന് വെച്ചാൽ ഫിഷറീസ് വിട്ടുകൊടുക്കാതെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എടുക്കാൻ കഴിയുമെന്നാണോ? ഫിഷറീസ് വിട്ടുകൊടുക്കാതെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൂടി കൊണ്ടുവരാൻ കഴിയുമെന്നാണോ? നമ്മൾ അതിനകത്തൊരു അഭിപ്രായം പറയുന്നതിൽ ഒരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കൊരു റോളും ഇല്ല അവിടെ. എനിക്കോ താങ്കൾക്കോ അല്ല, അത് തീരുമാനം എടുക്കുന്നതിൽ നമ്മളുടെ ഒരു കാൽക്കുലേഷൻ പറയുന്നതിൽ നമുക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. തീരുമാനം മുഖ്യമന്ത്രി എടുക്കും, മുന്നണി എടുക്കും. പക്ഷേ നമ്മുടെ പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നതിൽ ഒരു അർത്ഥമില്ലാത്തതുകൊണ്ടാണ് തീർച്ചയായിട്ടും എന്റെ ധാരണ ഇരിക്കുന്നത് ഫിഷറീസ് വകുപ്പ് അത് കോൺഗ്രസ് ഏറ്റെടുക്കും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ സിബു ബേബി ജോൺ തീരപ്രദേശത്ത് നിന്നുള്ള ആരെയെങ്കിലും ഏൽപ്പിച്ചോ, ആരായാലും കുഴപ്പമില്ലെന്നാണ് ലത്തീൻ സഭ അടക്കം പറഞ്ഞിരിക്കുന്നത്. ഈ ഷിബു ബേബി ജോൺ നിലവിൽ വനം വകുപ്പ് കൊടുത്തു കഴിഞ്ഞു. അദ്ദേഹം അവിടെ ഭരണവും തുടങ്ങി. 24 മണിക്കൂർ കൺട്രോൾ റൂം ആരംഭിച്ചതായിട്ട് ചില പ്രഖ്യാപനങ്ങളും നടത്തി. അപ്പോൾ ആ വകുപ്പിൽ നിന്ന് ആ വകുപ്പ് തിരിച്ച് കോൺഗ്രസ് എടുക്കൂ? അങ്ങനെ വേണ്ടി വരില്ലേ അങ്ങനെയാണെങ്കിൽ? ഇതൊക്കെ ഒരു തുടക്കത്തിൽ, പ്രത്യേകിച്ച് അദ്ദേഹം ആദ്യമായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ ആകുന്ന ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്
പലരോട് കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പൊ കരുണാകരനോ ആന്റണിയോ അല്ല പിണറായി വിജയനോ പോലത്തെ ഒരു വലിയ ആ ടൈപ്പ് ഒരു നേതാവല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ, ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നമുക്കറിയാം കെ.സി. വേണുഗോപാലിന്റെ പിന്തുണ ആവശ്യമുണ്ട്, രമേശ് ചെന്നിത്തലയുടെ പിന്തുണ. ഒരു ടീം വർക്കായിട്ടാണ് പോകുന്നത്. ഞാൻ ഇന്നും കെ.സി. വേണുഗോപാലുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് പൂർണ്ണ പിന്തുണയാണ് കൊടുക്കുന്നത്, മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്നാണ് ഇനിയുള്ള കാര്യങ്ങൾ. അവര് മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളിൽ ഞങ്ങൾ അധികം ഇടപെടേണ്ടെന്നാണ് തീരുമാനം. അതുകൊണ്ട് മുഖ്യമന്ത്രി ആ പ്രശ്നം പരിഹരിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹൈക്കമാൻഡിന്റെ ഹെൽപ്പ് ചോദിക്കും, അപ്പോൾ മാത്രമേ ഇടപെടുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ മുതിർന്ന നേതാക്കൾ അവിടെ ഉണ്ട്. പുള്ളി ഇങ്ങനെ എടുത്തു പറഞ്ഞു, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ അവിടെ ഉണ്ട്. ഈവൻ കെ മുരളീധരൻ ഒരു മുതിർന്ന മന്ത്രിയാണ്, മുൻ KPC പ്രസിഡന്റാണ്. ഇപ്പോഴത്തെ KPC പ്രസിഡന്റ് അവിടെ മന്ത്രിസഭയിലുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു നല്ല ടീമുണ്ട്. പിന്നെ ഘടകകക്ഷികളുണ്ട്. കുഞ്ഞാലിക്കുട്ടിയും ശ്രീ VD സതീശനും തമ്മിൽ ഏറ്റവും അടുത്ത ആത്മബന്ധം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം നീളില്ല. പ്രശ്നം പരമാവധി നാളെ കൊണ്ട് പരിഹരിക്കും. നാളെ MLA-മാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഈ വിജ്ഞാപനം ഇറങ്ങുന്ന നമ്മൾ കരുതേണ്ടതുണ്ട്. റൈറ്റ്. അൻവർ ഷാ, ഇതുവരെയുള്ള ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു, ഇന്ന് ഒരു പകല് പിന്നിട്ട് ഇതുവരെയുള്ള നേരം വെച്ച് നോക്കിയാൽ ഈ മുമ്പ് പറഞ്ഞ പോലെ MLA-മാരിൽ ഭൂരിപക്ഷം KC പക്ഷത്തിനായിരുന്നു, അല്ലെങ്കിൽ KC വേണുഗോപാലിനായിരുന്നു. എന്നിട്ടും VD സതീശൻ മുഖ്യമന്ത്രിയായി. അതിനെ ശരിവെക്കും വിധത്തിലാണോ കാര്യങ്ങൾ പോകുന്നത്? അങ്ങനെ നോക്കിയാൽ മന്ത്രിസഭയിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരില്ലാത്ത, അദ്ദേഹത്തോടൊപ്പം ഏത് സാഹചര്യത്തിലും ഒപ്പം നിൽക്കും എന്നുറപ്പിച്ച് കരുതാൻ കഴിയുന്ന മന്ത്രിമാർ ഒപ്പമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണോ VD സതീശൻ? പക്ഷേ അധികാരം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരുന്നു, അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ KC പക്ഷത്തെ മന്ത്രിമാരെ തൻ്റെ ക്യാമ്പിലേക്ക്, തൻ്റെ അടുത്തേക്ക് കാലങ്ങൾ കൊണ്ട് എത്തിക്കാനാകുമോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ലീഗിൻ്റെ കയ്യിലേക്ക് ഫിഷറീസ് വകുപ്പ് കൊടുക്കാതെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൂടി കോൺഗ്രസിന് ഏറ്റെടുക്കാനാവുമോ? മുസ്ലിം ലീഗ് അതിന് വഴങ്ങുമോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. തീരുമാനമെടുക്കേണ്ടത് അവരാണ്, നമ്മളാരുമല്ല. പക്ഷേ ചിന്തിക്കാമല്ലോ, നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമല്ലോ. ഇത് ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, നമ്മൾ ഈ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയസിലും പബ്ലിക്കായിട്ടൊക്കെ നമ്മൾ കേട്ട അല്ലെങ്കിൽ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ VD സതീശനോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു മീഡിയ വണിലെ നിഷാദ് റാവുത്തർ KC വേണുഗോപാലിന് എന്ത് യോഗ്യത എന്ന് പറഞ്ഞപ്പോൾ അതിനെ ആദ്യം പ്രതിരോധിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയാസിൽ മുമ്പേ വന്ന ആൾക്കാരാണ്. ഒന്ന് റോജി M. ജോൺ അടക്കമുള്ള ആൾക്കാർ. അപ്പോൾ അന്ന് ഇതിനു മുമ്പ് തന്നെ നമുക്കറിയാം ഇത് ആരൊക്കെയാണ് KC പക്ഷത്തുള്ളത്, KC വേണുഗോപാലിന് വേണ്ടി നിൽക്കുന്നത്. ഈ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ KC വേണുഗോപാലിനോടൊപ്പം ഉറച്ചു നിൽക്കുന്ന എല്ലാവർക്കും മന്ത്രിസ്ഥാനം 8 പേർക്കും, അത് T. സിദ്ദീഖ് ആയാലും PC വിശ്വനാഥ് ആയാലും ഈ പറയുന്ന ഓരോ ആൾക്കാരെ എടുത്തു കഴിഞ്ഞാലും അവരെല്ലാവരും ഹൈക്കമാൻഡിനോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ആൾക്കാരായിരുന്നു. VD സതീശനോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ അതിൽ മന്ത്രിസ്ഥാനത്തേക്ക് വരും എന്ന് നമ്മളെല്ലാവരും കരുതിയിരുന്നത്, ഒന്ന് തൃത്താല MLA ആയിട്ടുള്ള VT ബൽറാം, മുൻ യൂത്ത് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം 2011 ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്ന ആ സമയം മുതൽ ഷാഫി പറമ്പിലും VT ബൽറാമൊക്കെയാണ് സംസ്ഥാന നിയമസഭയിൽ യുവമുഖങ്ങളായിട്ടിരുന്നത്. എന്തുകൊണ്ട് VT ബൽറാമിനെ ഒഴിവാക്കപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ CR മഹേഷിനെ എന്തുകൊണ്ടാണ്? CR മഹേഷ് നമുക്കറിയാം ഇടത് തരംഗത്തിലും കരുനാഗപ്പള്ളി ഉറച്ചു നിന്ന ഒരു MLA ആണ് CR മഹേഷ്. അപ്പോൾ അങ്ങനെയുള്ള കഴിവുള്ള ആൾക്കാരെ ഒഴിവാക്കപ്പെടുകയും എന്തുകൊണ്ട് KC പക്ഷത്ത് മാത്രം അതിലൊരു പേര് വിട്ടുപോകാൻ പാടില്ലാത്തതുകൊണ്ട് ഷാനിമോൾ ഉസ്മാൻ വളരെ സീനിയർ ലീഡറാണ്, നേതാവാണ്, വനിതാ നേതാവാണ്. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ ഞാനത് മനസ്സിലാക്കുന്ന ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഷാനിമോൾ ഉസ്മാന് വേണ്ടി പല മത നേതാക്കന്മാർ ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞിട്ട് പോലും ഈ പറയുന്ന രീതിയിൽ ഷാനിമോൾ ഉസ്മാനെ മന്ത്രിയാക്കിയേ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുമാണ് പിന്നെ അത് ഡെപ്യൂട്ടി സ്പീക്കറിലേക്കൊക്കെ പോയത്. നമുക്കറിയാം അതിൻ്റെ ഒരു പരിഗണന എത്രത്തോളം ഉണ്ടാവുമെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് VD സതീശനോടൊപ്പം ക്യാബിനറ്റിനകത്തൊരു പ്രശ്നം വന്നാൽ, നിങ്ങൾക്കറിയാം 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഗ്രൂപ്പുകളിലും വേട്ടയാടലുകളും ഉമ്മൻചാണ്ടിയുടെ പിന്നിൽ നിന്ന് കുത്തിയത്
അവർ ഉള്ളിൽ നിന്നുള്ള ആൾക്കാരാണ്, അല്ലാതെ CPM-ഓ LDF-ഓ അല്ല. അത് ബാർക്കോഴ കേസ് വന്നപ്പോൾ അടക്കം നമുക്കറിയാം ഉമ്മൻചാണ്ടിയോടൊപ്പമുള്ള ആൾക്കാർ തന്നെയാണ് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞത്. അതുപോലെ നാളെ കേരള രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ സംഭവിക്കാം. VD സതീശനായതുകൊണ്ട് അങ്ങനെ മാറ്റമോ അല്ലെങ്കിൽ അഴിമതി ആരോപണം പുറത്തു വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം റീസെന്റ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹം നടത്തിയ യാത്രയൊക്കെ തന്നെ അധികാരത്തിൽ വരും എന്നുള്ള കോൺഫിഡൻസിൽ എന്തോ ഡീൽ ഉറപ്പിക്കാൻ പോയതാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നാളെ ഇനി വരുമ്പോൾ KC പക്ഷത്തുള്ള ഈ മന്ത്രിമാർ എങ്ങനെ VD സതീശനോടൊപ്പം നിൽക്കും, ക്യാബിനറ്റിനകത്ത് അവരെടുക്കുന്ന നിലപാട് എത്രത്തോളമായിരിക്കും, അവിടെ ലീഗ് VD സതീശനോടൊപ്പം പൂർണ്ണമായി അടിയുറച്ച് നിൽക്കുമോ, അത് ഫ്യൂച്ചറിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗിനെ രാജ്യസഭയിലേക്ക് അയക്കുന്ന കോൺഗ്രസിന്റെ KC പക്ഷത്തുള്ള MLA-മാരുടെ സപ്പോർട്ട് വരെ നമ്മൾ കണക്കാക്കിക്കൊണ്ട് മാത്രമേ ഫ്യൂച്ചറിലെ നമ്മളെ കേരള പൊളിറ്റിക്സിനെ നമ്മൾ കാണാൻ പാടുള്ളൂ. അത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ ഫിഷറീസ് വകുപ്പും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഇന്നലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശൻ ആദ്യം പോകുന്നത് തൊട്ടടുത്തുള്ള നമ്മുടെ ബിഷപ്പ് ഹൗസിലേക്കാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ പൂർണ്ണമായിട്ടും പറയുന്നത് കടലിൻ്റെ അല്ലെങ്കിൽ കടലിനെ പറ്റി അറിയുന്ന ഒരാൾ മന്ത്രിയാകണം എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു പരിഗണന വരുമ്പോൾ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളുണ്ട്. ഇപ്പോൾ മാത്രമല്ല തെരഞ്ഞെടുപ്പ്, ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരാം, ഇനിയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ കാര്യം പരിഗണിക്കേണ്ടി വരും. അവ പരിഗണിക്കുന്നതിൽ അവരാദ്യമേ എടുത്ത തീരുമാനങ്ങൾക്കൊപ്പം പോയി കഴിഞ്ഞാൽ ഇനി പല ആൾക്കാരെയും പിണക്കേണ്ടി വരും. നമുക്കറിയാം SN ശിവഗിരി മഠം അവർ പറഞ്ഞു ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 6 പേരെ ആണ് ജയിച്ചു വന്നിരിക്കുന്നത്, അവർക്ക് ഉറപ്പായിട്ടും 10ഓളം പേര് വന്നിട്ടുണ്ട്, അതിൽ 6 പേർക്കെങ്കിലും മന്ത്രിസ്ഥാനം കൊടുക്കണം. അപ്പം ഇത് ജയിക്കുന്നതിന് മുമ്പ് ഓക്കെ, പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരെ ഇനിയും വേണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഈ പറയുന്ന വകുപ്പുകളിൽ കടും പിടുത്തം പിടിക്കാൻ ആർക്കും പറ്റില്ല. അത് മുഖ്യമന്ത്രി ആണ് സാധാരണ വിചാരിക്കുന്ന വകുപ്പ്. അൻവർ, ഈ റേസിൽ എന്ത് സംഭവിക്കും? ഉന്നതാഭ്യാസ വകുപ്പ്, ഫിഷറീസ്? എനിക്ക് തോന്നുന്നത് ഫിഷറീസ് വകുപ്പ് കോൺഗ്രസിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ലീഗിന് തന്നെ അവസാന ഘട്ടത്തിൽ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കിയിട്ട് മനസ്സിലാകുന്നത്. റൈറ്റ്. ശ്രീ ഷാജി ജോസഫ്, നേരത്തെ ശ്രീ കള്ളിവയലിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നും അദ്ദേഹം KC വേണുഗോപാലിനോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് എല്ലാം മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നാണ്. അദ്ദേഹം അവിടെ വേറെ സീനിയർ നേതാക്കളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം കൂടി ആലോചിച്ച് ചെയ്യട്ടെ എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് താങ്കൾ പറഞ്ഞ പോലെ ഈ മന്ത്രിസഭയിലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്തുമുള്ള അദ്ദേഹത്തിനുള്ള പിന്തുണ എന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്വാധീനത്തെ സംബന്ധിച്ച് നമുക്ക് ആർക്കും സംശയമില്ല. അപ്പോൾ അങ്ങനെ KC വേണുഗോപാൽ പറയുകയും എന്നാൽ ഇവിടെ കാര്യങ്ങൾ പലതും തീരുമാനമാകാതെയും ഇരിക്കുന്നു. വളരെ വിചിത്രമായ ഒരുപാട് എന്താ പറയുന്ന ഡിമാൻഡ്സും പ്രഷേഴ്സും വരികയാണ്. അതിൽ ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കുക. ഇപ്പോൾ നേരത്തെ കണ്ടെത്തിയ ഈ മന്ത്രിമാരുടെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ചില ഫീഡ്ബാക്കാണ്, അത് വാർത്തയായി മാറുകയാണല്ലോ. ഒരു രീതിയൊക്കെ താങ്കൾക്ക് നന്നായി അറിയാമല്ലോ. അതായത് ഇന്ന് വന്നൊരു കാര്യമാണ്, ഈ പ്രധാന വകുപ്പുകളെല്ലാം മുന്നോക്കക്കാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈഴവർക്കും മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും താരതമ്യേന ദുർബലമായ വകുപ്പുകളെ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ വിജ്ഞാപനമൊന്നും വന്നിട്ടില്ല, ഒരു ഉറപ്പുമില്ല. പക്ഷേ ചില മാധ്യമങ്ങളിലൊക്കെ കണ്ടത് ഇപ്പോൾ സഹകരണവും എക്സൈസും ലിജുവിനാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ഭേദപ്പെട്ട ചോയ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലിജു ഒഴികെ ഇപ്പോൾ AP അനിൽകുമാറിന് വെച്ചിരുന്ന വകുപ്പെടുത്ത് K മുരളീധരന് കൊടുത്തു, രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം കിട്ടുന്നു, തിരുവഞ്ചൂരിന് സ്പീക്കറാക്കുന്നു, വിഷ്ണുനാഥിൻ്റെ മെച്ചപ്പെട്ട നല്ല വകുപ്പ് ലഭിക്കുന്നു, ഇങ്ങനെ ഓരോന്നും. അപ്പം മുന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർ അവർക്ക് നല്ല വകുപ്പുകൾ ലഭിക്കുന്നു, പിന്നോക്കക്കാർ പിന്നാക്കം പോകുന്ന ഒരു വകുപ്പ് വിഭജനം എന്നുവരെ ഇതിനകത്ത് ആക്ഷേപമുണ്ട്. ശരത്, ഈ അവസാനം പറഞ്ഞ കാര്യത്തോട് എനിക്ക് പറയാനുള്ളൊരു മറുപടി എന്ന് പറയുന്നത്, നിലവിൽ സതീശനും പെരുന്നയുമായി വലിയ ദൂരത്തിൽ നിൽക്കുന്നത് അത് കുറയ്ക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായി ഈ ഒരു എന്താ പറയുന്ന ഇൻ്റർപ്രിട്ടേഷൻ മാറും എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഈ മന്ത്രിമാരെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഇങ്ങനെ ഒരു കാര്യം പറയുന്ന ചില കോൺഗ്രസ് നേതാക്കളെ എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, കോൺഗ്രസ്സിലെ ജയിച്ചു വന്നിരിക്കുന്ന MLA-മാരിൽ എല്ലാ സമുദായങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ ഒരു ബാലൻസിങ് ആക്ട് നടത്താൻ സാധിക്കും എന്നുള്ളതായിരിക്കണം സാധാരണഗതിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്ന, അല്ലെങ്കിൽ മറ്റേത് ഗവൺമെൻറ് വരുമ്പോഴും ഈ സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യയുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ജാതികളുടെ സമൂഹങ്ങളുടെ ഒരു പരിച്ഛേദം തന്നെ
ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഇത് ചെയ്യുന്നത്. ഇപ്പോഴും ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഗവൺമെൻറ്റിൽ ഇപ്പോൾ നേരത്തെ കെ സിയുടെ കാര്യം പറഞ്ഞു. കെ സി ഇപ്പോൾ പറയുന്നത് എല്ലാം മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നാണല്ലേ. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്, പ്രചരണ സമയത്ത് കെ സി ഡിഫറെൻറ്റ് ചാനലുകൾക്ക്, വ്യത്യസ്ത ചാനലുകൾക്ക് കൊടുത്ത ഇൻ്റർവ്യൂ ഒന്ന് പുറകോട്ട് നോക്കി കേൾക്കുക. എന്താണത്? താങ്കൾ മുഖ്യമന്ത്രി പദവിയിൽ അവകാശിയാണോ, അവകാശവാദം ഉന്നയിക്കുമോ എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് എന്നെ അങ്ങ് ഡിസ്കൗണ്ട് ചെയ്തു കൊള്ളുക. എന്താ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത്? ഈ മത്സരത്തിൽ ഏറ്റവും മുൻപിൽ നിന്നത് കോൺഗ്രസിലെ പരമ്പരാഗത രീതി അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന MLA-മാരുടെ ഏറ്റവും വലിയ സംഖ്യ തനിക്ക് അനുകൂലമാണ് എന്ന് കൃത്യമായി താനിരിക്കുന്ന പദവിയുടെ സ്വാധീനവും ഹൈക്കമാൻഡുമായുള്ള തൻ്റെ അടുപ്പവും വെച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള മുഴുവൻ ചടുലമായി നീക്കങ്ങളും നടത്തിയത്. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് അദ്ദേഹവും വിചാരിക്കുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുൻപ് താൻ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഓട്ടത്തിൽ, മത്സരത്തിൽ പങ്കാളിയാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ശരത്തെ. ഈ ഗവൺമെൻറ്റിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന സതീശൻ സ്വീകരിച്ച വഴികൾ, മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ സതീശൻ സ്വീകരിച്ച വഴികൾ, അത് ഹൈക്കമാൻഡിനെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്. കെ സിയെ നിരാകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി മുറിവുള്ള ഒരു സിംഹമായി മാറിയാണ് കെ സി നിൽക്കുന്നത്. ഏത് വിധേനയും സതീശൻ്റെ അധികാരങ്ങളെ ഏറ്റവും കുറച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയാക്കി നിർത്തുക കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കേരളം കണ്ടിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ അധികാരം നിഷേധിക്കപ്പെട്ട് തൻ്റെ അധികാരം ഉപയോഗിക്കാൻ അവകാശമില്ലാത്തൊരു മുഖ്യമന്ത്രിയായി നിൽക്കുന്ന രീതിയിലേക്ക് സതീശൻ വന്നെത്താനുള്ള സാധ്യതകളുടെ തുടക്കമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൻവർ ഷായോടും ചോദിച്ചൊരു ചോദ്യമുണ്ട്. അൻവർ പല കാര്യങ്ങളിലും പറഞ്ഞെങ്കിൽ അത് വിട്ടുപോയതാകാൻ സാധ്യതയുണ്ട്. അതായത് മുഖ്യമന്ത്രിക്ക് മുമ്പിൽ, VD സതീശന് മുമ്പിൽ മറ്റൊരു ചോയ്സ് ഉണ്ടല്ലോ. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. എതിർ ക്യാമ്പിൽ നിന്ന് മന്ത്രിസഭയിലെ മന്ത്രിമാരെ തൻ്റെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നുകൂടെ? അത്തരം രാഷ്ട്രീയ പരിശ്രമങ്ങൾ ഉണ്ടാവില്ല എന്ന് കരുതണോ? ഞാൻ ശരത്തെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ മുഖ്യമന്ത്രി, ഞാൻ ഈ സത്യപ്രതിജ്ഞാ സമയത്ത് ഹൈക്കമാൻഡ് ഇവിടെ സന്നിഹിതരായിരുന്നല്ലോ. ഞാൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെയും AICC പ്രസിഡന്റ് ഖാർഗെയുടെയും ഒക്കെ ബോഡി ലാംഗ്വേജ് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു കാര്യം എനിക്ക് സംശയമുണ്ട്, എൻ്റെ ഭയമുണ്ട്. ഹൈക്കമാൻഡിൻ്റെ പോലും പൂർണ്ണമായ പിന്തുണയില്ലാത്തൊരു മുഖ്യമന്ത്രിയായി സതീശൻ ഭവിക്കും എന്ന ഭയം എനിക്കുണ്ട്. അതിനുള്ള സകല നീക്കങ്ങളും അടുത്ത 6 മാസത്തിനുള്ളിൽ ഈ ഗവൺമെൻറ്റിനുള്ളിൽ വളരെ വലിയ വിവാദങ്ങളും തർക്കങ്ങളും ഉടലെടുക്കാനുള്ള സാധ്യതകളിലേക്കാണ് ഇപ്പോൾ നടക്കുന്ന ഈ വകുപ്പിൻ്റെ പേരിലുള്ള തർക്കം എന്നതും എനിക്ക് സംശയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോർണിംഗ് ഷോസ് ദ ഡേ. ഈ തുടക്കമാണ് ഇനി മുന്നോട്ട് എന്ത് വരാൻ പോകുന്നു എന്ന് നമ്മളെ കാണിച്ചു തരുന്നത്. ശ്രീ കള്ളിവയൽ, ഇതിൽ എന്താണ് താങ്കൾ കാണുന്നത്? കാരണം നിശ്ചയമായും ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഒരു സർക്കാരിനെ സംബന്ധിച്ച് നല്ലതാണ്. പക്ഷേ തുടക്കത്തിൽ തന്നെ ഉണ്ടാകുന്ന കല്ലുകടികൾ, മന്ത്രിമാർക്കിടയിലും മന്ത്രിസഭയിലും ഉണ്ടാകാവുന്ന അനൈക്യമോ അവിശ്വാസമോ, മുമ്പ് നമ്മളെപ്പോഴും കൂട്ടുത്തരവാദിത്വത്തെയൊക്കെ ബാധിക്കാവുന്ന തരത്തിൽ മാറാം എന്ന് പറഞ്ഞാൽ അത് മാറണം എന്നൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഇടത്തൊക്കെ തന്നെ അത് വളരെ പ്രകടമായി കൃത്യമായി കണ്ടതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ സർക്കാരിന് സംഭവിച്ചേക്കാവുന്ന ചില അപകടങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ് ശ്രീ ഷാജി ജോസഫ് തന്നതെങ്കിൽ അത് ആ അർത്ഥത്തിൽ താങ്കൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ? അതെ, നമ്മൾ കാണേണ്ടത് 10 വർഷം അധികാരത്തിന് പുറത്തിരുന്ന UDF-ഉം കോൺഗ്രസും നമുക്കറിയാം വളരെ ഒറ്റക്കെട്ടായി അവർ പ്രവർത്തിച്ചു. നേതാക്കളൊക്കെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാ കാലത്തും കോൺഗ്രസിലുണ്ട്. പക്ഷെ അതുകൊണ്ടാണല്ലോ അധികാരത്തിൽ വന്നത്. ഈ 102 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നു. പക്ഷെ സ്വാഭാവികമായിട്ടും അന്നേരം ഉണ്ടാകുന്ന ചില തർക്കങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന് ഇപ്പോൾ ഒരു കാര്യം ബോധ്യമുണ്ട്. കാരണം ഇന്ത്യയിൽ BJP-ക്കെതിരെ പ്രതിരോധം തീർക്കാൻ പോലും ആരുമില്ല. അവശേഷിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് ആണ്. സ്വാഭാവികമായിട്ടും, കാരണം നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസ് ഇല്ലാതായി.
RJDയും JDUവും ബീഹാറിൽ ഏതാണ്ട് താഴ്ചയിൽ പോയി. മഹാരാഷ്ട്രയിൽ ശിവസേനയെയും നമ്മുടെ NCPM പിളർത്തി അധികാരം പോയി. DMK ആയിരുന്നു പിന്നെ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നത്, DMK പോയി. CPM ഇന്ത്യയിലെ ഏക അവശേഷിക്കുന്ന അതും പോയി. സ്വാഭാവികമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ എല്ലായിടത്തും ഇല്ല. ഇപ്പൊ ഇടതുപക്ഷ മുന്നണിയിൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന് ഇന്നും നമ്മുടെ CPIയുടെ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ബിനോയ് വിശ്വം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരം ചെറിയ തർക്കങ്ങളെ നമ്മൾ വലിയ പെരുപ്പിക്കേണ്ടതില്ല. പിന്നെ കോൺഗ്രസിൽ കരുണാകരനും ആന്റണിയും പിന്നീട് ഉമ്മൻചാണ്ടിയും ഉണ്ടായിരുന്ന കാലത്തെ പോലത്തെ ഒരു ഗ്രൂപ്പ് സമവാക്യം ഇപ്പം നിലവിലില്ല. ഇത് 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ തമ്മിൽ ഒരു ചേരുണ്ടായപ്പോ, ഒരു പോരുണ്ടായപ്പോ സ്വാഭാവികമായിട്ടും അതില് KC വേണുഗോപാലിനെ ഭൂരിപക്ഷം MLA-മാര് പിന്തുണച്ചു. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ലെന്ന് മാത്രമല്ല, ഈ സതീശൻ മന്ത്രിസഭ ഒരുപക്ഷെ, കാരണം അവരുടെ തിരിച്ചറിവുകളുണ്ട്. പഴയ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ്. മാറ്റം വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ അത് പറയാറുണ്ട്. പക്ഷേ ഷാജി ജോസഫ്, വളരെ ചെറിയ ഒരു മറുപടിയിലേക്ക് താങ്കൾ പറഞ്ഞ ആ നിരീക്ഷണം കള്ളിവയലിൽ എടുത്തിട്ടില്ല. അത്ര പെരുപ്പിച്ച് കാര്യങ്ങളെ കാട്ടേണ്ടതില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ്, അത് ആ നിലയിൽ അവസാനിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. വളരെ ചുരുക്കി. ശ്രീ കള്ളിവയൽ എന്നേലും സീനിയറാണ്, കോൺഗ്രസ് കവർ ചെയ്ത് വർഷങ്ങളോളം കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞത്, ഇന്ന് A കോൺഗ്രസും I കോൺഗ്രസും ഇല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ, നാളെ ഒരു KC കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു സതീശൻ കോൺഗ്രസ് ഉണ്ടാകാൻ പാടില്ല എന്നത് ഇവർ കാണിക്കേണ്ടിയിരുന്നത് ഈ തുടക്ക ദിവസങ്ങളിലായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാം, ഇതൊന്നിച്ചു പോകുന്ന ടീമുകളല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. KC ഏത് വിധേനയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട്, നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പോലും അതിൻ്റെ കമാൻഡ് പോലും ഡൈല്യൂട്ട് ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയാകാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. അപ്പോൾ പിന്നെ ഹൈക്കമാൻഡിന് ഇവിടെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതിന് നേരത്തെ തന്നെ ഒരു സ്ക്രിപ്റ്റ് കമാൻഡിൻ്റെ കയ്യിലുണ്ട്. ആ ഹൈക്കമാൻഡാണ് ഇനി കേരളത്തിലെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഹൈക്കമാൻഡിനും ഏറ്റ ഒരു മുറിവിതിലുണ്ട്. അല്ലെങ്കിൽ അതായത് നമുക്ക് ആ പറഞ്ഞതിനെ അങ്ങനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അതായത് മുഖ്യമന്ത്രി VD സതീശൻ്റെ ഉത്തരവാദിത്വം വളരെയേറെ വലുതാണ്. കാരണം അദ്ദേഹം ഹൈക്കമാൻഡിൽ നിന്ന് പിടിച്ചു വാങ്ങിയെടുത്തതാണ് അദ്ദേഹത്തിലേക്ക് ഈ മുഖ്യമന്ത്രി പദം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാത്തരം അതൃപ്തികളും വിമർശനങ്ങളും എല്ലാം നിലനിൽക്കുന്നു. മന്ത്രിസഭയ്ക്കകത്ത് നിൽക്കുന്ന ഭിന്ന നിലപാട്, മുഖ്യമന്ത്രിക്കൊപ്പമല്ലാതെ നിൽക്കുന്ന ഭൂഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് മന്ത്രിമാർ എന്ന പരസ്യമായ യാഥാർത്ഥ്യം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മുൻപിൽ വരുന്ന പുതിയ പുതിയ വെല്ലുവിളികളാണ്. അതിനെ അതിജീവിച്ചു പോയാൽ ഷാജി ജോസഫ് പറഞ്ഞ നിലയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ, അല്ലെങ്കിൽ കള്ളിവയൽ പറഞ്ഞതുപോലെ സംഭവിക്കാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നിടുന്നത് ശക്തമായ അവിശ്വാസത്തിൻ്റെയും ശക്തമായ രണ്ട് ചേരിയുടെയും ശരിയായ വളരെ ശക്തമായ ചില വിവരങ്ങളും സൂചനകളും ലക്ഷണങ്ങളുമാണ്. ഞാൻ അൻവർ ഷാ പാലോടിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ വീഡിയോ. VD സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്തു. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള അൻവർ ഷാ, ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് തന്നെ പല ആളുകളും ഇതിനോട് വിയോജിച്ചുകൊണ്ടൊക്കെ പരസ്യ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. VD സതീശൻ്റെ മുൻപ് കണ്ടത് കഴിഞ്ഞ തവണ അദ്ദേഹം MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നിയമസഭയ്ക്കുള്ളിൽ VD സതീശൻ എന്ന് പറഞ്ഞായിരുന്നു. ഇത്തവണ അതിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ജാതി പേരുകൂടി ചേർത്തുകൊണ്ട് നടത്തിയിട്ടുള്ള വിശേഷണം മുഖ്യമന്ത്രിയായപ്പോൾ അത് വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. എന്തു പറയുന്നു? വിധേയമായിട്ടുണ്ട്, എന്തു പറയുന്നു?
ശരത്തെ, ആദ്യം നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ എനിക്ക് മറുപടി പറയാനായിട്ട് പറ്റിയില്ല, ടൈം കിട്ടിയില്ല. എനിക്ക് തോന്നി. വി ഡി സതീശനോടൊപ്പം ആരെങ്കിലും അപ്പുറത്തെ ക്യാമ്പിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരുമോ എന്നുള്ളതാണ് താങ്കൾ ചോദിച്ചത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും ഒരു കാരണവശാലും ഈ നിൽക്കുന്നവരാരും വരില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഹൈക്കമാൻഡും കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാൽ നമുക്കറിയാം ശക്തനാണ്, AICC ചുമതലയുള്ള സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ നിൽക്കുന്ന ഇപ്പൊ ഷാഫി പറമ്പിൽ പോലും മറുകണ്ഠം ചാടിയതിന്റെ കാരണം എന്തെന്നറിയോ? ഷാഫി പറമ്പിലിന് നാളെ ഫ്യൂച്ചറുള്ള പൊളിറ്റീഷ്യനാണ്. സ്വാഭാവികമായിട്ട് നാളെ AICCയുടെ ജനറൽ സെക്രട്ടറിയോ AICC സെക്രട്ടറിയോ ഒക്കെ ആവണമെങ്കിൽ തന്നെ KC വേണം. അപ്പൊ ഇപ്പൊ നിൽക്കുന്ന എല്ലാ ആൾക്കാരും യങ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെല്ലാം ഓരോരോ സ്ഥാനം വേണം. സ്വാഭാവികമായിട്ട് VD സതീശൻ 5 വർഷമേ കാണുള്ളൂ. സതീശനോടൊപ്പം പോയി കഴിഞ്ഞാൽ ഇനി അവർക്ക് ഫ്യൂച്ചർ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇവരൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും VD സതീശനോടൊപ്പം ഇവരൊന്നും ഉറച്ചു നിൽക്കാനേ പോകുന്നില്ല എന്നുള്ളത് വസ്തുത മാത്രമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ മേനോൻ എന്നുള്ള വടശ്ശേരി ദാമോദര മേനോൻ, അപ്പം ഞാനൊക്കെ വീഡിയോ ചെയ്ത സമയത്ത് ഞാനും പറഞ്ഞിരുന്നത് ഈ വടശ്ശേരി ദാമോദരൻ മകൻ സതീശൻ എന്നാണ്. പക്ഷെ പെട്ടെന്നാണ് സത്യപ്രതിജ്ഞയുടെ സമയത്ത് വന്നപ്പോൾ ഒരു മേനോനും കൂടി അഡീഷണൽ ആയിട്ട് വന്ന, സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷെ സതീശൻ എന്ന് പറയുന്ന ഒരാൾ വേറെ ആര് പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമില്ല. സതീശൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ നെഹ്റൂവിയൻസ് സോഷ്യലിസ്റ്റ് ആണ്, ഞാൻ നെഹ്റൂവിയനാണ് എന്ന് റീസെന്റ് വരെ പറഞ്ഞ ആളാണ്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഈ ജാതി പേരെന്ന് പറയുന്ന ഒരു സാധനം കേരള സമൂഹത്തിൽ മാറുമ്പോൾ എല്ലാത്തിനും നമുക്കറിയാമല്ലോ, ഇപ്പോൾ നെഹ്റൂവിയൻ സോഷ്യലിസം എന്ന് പറയുമ്പോൾ ഏത് കൺസെപ്റ്റാണ്, എന്താണ് ഒരു രാഷ്ട്രീയ സ്വഭാവത്തിൽ മുന്നോട്ട് വെക്കുന്നതെന്നൊക്കെ അറിയാം. പക്ഷെ സതീഷ് അത് ഒറ്റ ദിവസം കൊണ്ട് മാറ്റിക്കളയാണ്. അപ്പം അദ്ദേഹം വേറെ ആർക്കോ കൊടുക്കുന്നൊരു മെസ്സേജാണ് അത്. കേരളത്തിലെ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ഒരു സെക്കുലർ സ്റ്റേറ്റിന് അല്ലെങ്കിൽ സെക്കുലർ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് അല്ല, വേറെ ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ അതിഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. ഞാൻ ഇന്ന കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിന് നമ്മളിനി കാത്തിരുന്ന് കാണാം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന നിലപാടുകളും ഇനി മുഖ്യമന്ത്രി ആയതിനു ശേഷം വരുന്ന തീരുമാനങ്ങളൊക്കെ എന്തിനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് കണ്ടറിയാം. റൈറ്റ്. ശ്രീ ഷാജി ജോസഫ്, ഈ ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ സംസാരിച്ച, അല്ലെങ്കിൽ അൻവർ ഷാ പാലോട് സംസാരിച്ച വിഷയം ഇപ്പോൾ വലിയ ചർച്ചയായി സമൂഹ മാധ്യമങ്ങളിൽ മാറിയിട്ടുണ്ട്. ഡോക്ടർ ജിൻഡോ ജോൺ, നമുക്കൊക്കെ അറിയാവുന്നയാളാണ്, കോൺഗ്രസ് വക്താവാണ്. ചർച്ചകളിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റായി ഇന്ന് വന്നത് തേക്കുംകാട്ടിൽ ജോൺ റോമൻ കാത്തലിക് ജിൻഡോ എന്നല്ല, ജിൻഡോ ജോൺ അത് മതി, അങ്ങനെ അറിയപ്പെട്ടാൽ മതി, അതല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി. പഞ്ചിത്തിരി കുറഞ്ഞാലും ജാതിവാലുകൾ ചുമക്കാത്ത കോൺഗ്രസ് ആകുന്നതാണ് കുറെ കൂടി ഇൻക്ലൂസീവ്. എൻ്റെ രാഷ്ട്രീയം എൻ്റെ ബോധ്യങ്ങൾ കൂടിയാണ്, ഒരല്പം ലെഫ്റ്റായ ഒരു കോൺഗ്രസ് ബോധ്യം. നിശ്ചയമായും അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇതുവരെ പറയാത്തതോ ഉപയോഗിക്കാത്തതോ ആയ രീതിയിൽ ഒരു മാറ്റം ആ സുപ്രധാന പദവിയിൽ വരുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം മാറ്റി എന്ന് ആളുകളിലൊരു ആശ്ചര്യം സ്വാഭാവികമല്ലേ? കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി ഏറ്റവും അധികം പിന്തുണയ്ക്കേണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ചർച്ചകളിൽ വരുന്നൊരു മുഖമായ ആൾ തന്നെ വളരെ ശക്തമായി ഇങ്ങനെ എഴുതുന്നു എങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? വളരെ കരുതലോടെ, വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് അദ്ദേഹം ഉപയോഗിച്ചതാണ് ആ മേനോൻ എന്ന ടൈറ്റിൽ. കേരളത്തിലെ ജനങ്ങളിൽ അറിയില്ലാത്തവരെ ഒന്ന് അറിഞ്ഞുകൊള്ളട്ടെ. അതിനുമപ്പുറം മുന്നോക്ക ജാതികൾക്കിടയിൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളല്ല എന്ന് കൃത്യമായി പെരുന്നയിലേക്ക് കൊടുത്ത ഒരു മെസ്സേജാണത്. അങ്ങനെ പെരുന്ന NSS സതീശനെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണവുമില്ല എന്ന് ആ വിഭാഗത്തിലും ആ സമുദായത്തിലും പെടുന്ന കേരളത്തിലെ സാധാരണക്കാരായ ആളുകളോട് വിളിച്ചു പറയുന്ന ഒരു പ്രഖ്യാപനമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അല്ല എങ്കിൽ നാളിതുവരെ തൻ്റെ മേനോൻ എന്ന ടൈറ്റിൽ ഉപയോഗിക്കാതിരുന്ന സതീശൻ ഈ സത്യപ്രതിജ്ഞയിൽ വളരെ ഡെലിബറേറ്റ് ആയിട്ട് വിത്ത് എ സ്പെഷ്യൽ സ്ട്രെസ് ഓൺ മേനോൻ, അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ആ മേനോൻ എന്ന ടൈറ്റിൽ അദ്ദേഹം ഒരു സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറകിൽ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് മനഃപൂർവ്വം കൊടുക്കുന്ന ഒരു മെസ്സേജാണതിൽ. അങ്ങനെ സുകുമാരൻ നായരാൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളല്ല ഞാൻ എന്ന് ശ്രീ സുകുമാരൻ നായരും അതുപോലെ തന്നെ ആ സമുദായത്തിൽ ഉൾപ്പെടുന്നവർ മനസ്സിലാക്കണം. അതറിയില്ല എങ്കിൽ അറിഞ്ഞുകൊള്ളുക എന്നൊരു പ്രഖ്യാപനമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം
അതൊരു വലിയ തർക്കത്തിനും അത് ഞെട്ടിച്ചു കളഞ്ഞ ചില നേതാക്കളുണ്ട്. ആ നേതാക്കൾ ഇന്നലെ വൈകിട്ട് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. ആ ചർച്ചയിലാണ് അവർ പറയുന്നത് സതീശനെ വേദനിപ്പിച്ച അല്ലെങ്കിൽ സതീശനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പെരുന്നയിൽ നിന്നും NSSൽ നിന്നും അദ്ദേഹത്തെ ദൂരെ നിർത്തുന്നു, അദ്ദേഹം ഒരു പുറത്തു നിൽക്കേണ്ട ആളായി കാട്ടുന്നു, മാപ്പ് ചോദിച്ചാൽ പോലും വിളിക്കേണ്ട, തിരിച്ചു വരേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു NSSൻ്റെ ജനറൽ സെക്രട്ടറിയോട് അദ്ദേഹം കൊടുക്കുന്നൊരു മെസ്സേജാണ് പുറത്തു നിർത്തേണ്ട ആളല്ല ഞാൻ എന്ന പ്രഖ്യാപനമാണ് അതിലൂടെ നടത്തിയെന്നതാണ് ശരത്തെ എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശരി, എന്താണ് ശ്രീ കള്ളിവയലിൽ നിന്ന് ഇതിൽ നിന്ന് മനസ്സിലായത്? ഇത് മാത്രവുമല്ല, ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത് അത് ആ നിലയിൽ വിമർശിക്കപ്പെടുന്ന, അതിൻ്റെ വർഗീയപരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അത് എതിർക്കപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിക്കും ആ നിലപാട് അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചതടക്കം ഗൗരവമായ ചർച്ചയ്ക്കും അതിൻ്റെ ഒരു വർഗീയ പശ്ചാത്തലവുമൊക്കെ വലിയ ചർച്ചയാവുന്നുണ്ട്. ഒരു ഭാഗത്ത് അദ്ദേഹം പതിവില്ലാത്ത വിധം വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തൊട്ടുമുമ്പ് അദ്ദേഹം VD സതീശൻ എന്ന് പറഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തലയാവട്ടെ, PK കുഞ്ഞാലിക്കുട്ടി ആവട്ടെ, CP ജോൺ ആവട്ടെ, PC വിഷ്ണുനാഥ് ആവട്ടെ, ഇവരാരും അവരുടെ ഈ പതിവ് നമ്മൾ കേട്ട ശീലങ്ങളിൽ നിന്ന് വ്യതിചലിച്ചല്ല അവരാരും ആ സ്ഥാനാരോഹണം നടത്തിയത്. ഇദ്ദേഹം അങ്ങനെ ചെയ്തു. അത് കോൺഗ്രസിൽ തന്നെ പല ആളുകളും പരസ്യമായി വിമർശിക്കുന്നു. അതേ വേദിയിൽ തന്നെ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്ന ഒരു നിലയുണ്ടാകുന്നു ശ്രീ കള്ളിവയലിൽ. നേരത്തെ ഇതൊക്കെ ഒരു വലിയ വിവാദമാക്കാൻ മാത്രമുണ്ടോ? അതായത് നമ്മളൊക്കെ എന്തിനകത്ത് കുറ്റം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് അദ്ദേഹത്തിന്റെ വീട്ടുപേരും അച്ഛന്റെ പേരും ഉൾപ്പെട്ട മുഴുവൻ പേര് പറയണമെന്ന് ആഗ്രഹിച്ചാൽ അതിനകത്തൊരു ജാതി പേരുണ്ട് എന്നതുകൊണ്ട് ആ ജാതി പേര് കള്ളിവയലിൽ തെറ്റിദ്ധരിക്കരുത്. ശ്രീ കള്ളിവയലിൽ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വിവാദം ഉണ്ടാക്കിയതൊന്നുമല്ല. ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹമാണ് പറഞ്ഞത് തേക്കുകാട്ടിൽ ജോൺ റോമൻ കാത്തലിക്. എന്റെ പോയിന്റ് ഇതിനകത്ത് പ്രധാനമായും ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ കോൺട്രവേഴ്സി അല്ലെ ഒരു വകുപ്പ് വിഭജനം പോലുള്ള തർക്കങ്ങളില് എനിക്കിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കളമശ്ശേരിയിൽ ജയിച്ചു വന്ന ശ്രീ കള്ളിവയലിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങുക, അല്ലെന്നുണ്ടെങ്കിൽ ജാതി സമുദായ ചിന്തകൾക്കപ്പുറം വർഗീയതയ്ക്കെതിരായ അതിനെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയൊക്കെ മുന്നോട്ട് പോയ ആൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചതാണോ എന്നൊരു പ്രശ്നമുണ്ടോ? അതിനകത്ത് അതുകൊണ്ടാണല്ലോ കേരള ജനത അഭിമാനത്തോടെ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു ഇത്ര വലിയ ഭൂരിപക്ഷം കൊടുത്തു. അതെ, അതിനുശേഷമുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. സമുദായ നേതാക്കൾ അതൊക്കെ ജനങ്ങൾ വിലയിരുത്തുമല്ലോ. അതുകൊണ്ടാണ് ഈ ചർച്ച സംഭവിക്കുന്നത്. അതുകൊണ്ടല്ലേ ശ്രീ കള്ളിവയലിൽ ഈ ചർച്ച? ഇല്ല, എനിക്ക് അങ്ങനെ അദ്ദേഹം ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ തിണ്ണ നിറങ്ങുന്ന ആളാണെന്നോ ഈ അഭിപ്രായത്തോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രശ്നങ്ങളെ കുറിച്ച് ലീഗിനും മുസ്ലിം ലീഗിനും കോൺഗ്രസിനും കൃത്യമായ ഒരു അവബോധമുണ്ട്. അതാണ് ഞാൻ ഇന്ന് കളമശ്ശേരി MLA എന്ന് കേട്ടത്. ജനങ്ങളുടെ സ്നേഹവും പ്രതീക്ഷയുമാണ് നമ്മളെയൊക്കെ ജയിപ്പിച്ച് നിയമസഭയിൽ എത്തിച്ചത്. വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ സാധിക്കണമെന്നാണ് പ്രാർത്ഥന. മന്ത്രി അത് വളരെ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും കൂടെ ഒരു നേരെ പണ്ട് കോൺഗ്രസിലും ലീഗിലും ഇങ്ങനെയൊന്നും പറയില്ല. ഞങ്ങൾക്ക് കിട്ടാനുള്ള കിട്ടിയേ പറ്റൂ. നമുക്കറിയാമല്ലോ, ലീഗ് വളരെ മിതത്വം പാലിച്ചാണ് ഈ ഗവൺമെന്റിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ഒത്തിരി പ്രചരണം നടന്നു മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിലാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അവര് വലിയ ആഘോഷങ്ങളോ ഒന്നും നടത്താതെ, അവരിന്ന് പ്രതീക്ഷിച്ച വലിയ ഒന്നും നടത്താതെ, ഏതായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ 6 മാസമെങ്കിലും നമ്മൾ ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയ്ക്ക് അതിന് കുറച്ച് ഇനീഷ്യലായി ആർക്കും ഉണ്ടാകാവുന്ന ഒരു ചെറിയ തടസ്സങ്ങളെ വലിയ പെരുപ്പിച്ച് കാണിക്കുക, അതിനകത്ത് വർഗീയത കൊണ്ടുവന്നും ഒക്കെ അല്ല. നമ്മുടെ കേരള സമൂഹം മതേതരമാണ്. നമുക്കിവിടെ വർഗീയ ശക്തികളെയും ജാതി മത ശക്തികളെയും ഒക്കെ അവരുടെ സ്വാധീനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തില് ഒരു ഇടതുപക്ഷം, ഞാൻ ശ്രീ പിണറായി വിജയന്റെ കാലത്ത് കേരളത്തിൽ ഏറ്റവും വികസനം നടന്ന ഒരു കാലഘട്ടം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് രാഷ്ട്രീയമില്ല ഇതിനകത്ത്. അപ്പൊ നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാണ്ട്. എല്ലാ പൊട്ടിത്തെറികൾ ഇവിടെയുണ്ട്, ഇടതുപക്ഷത്തും ഉണ്ടല്ലോ, CPM-ലും CPI-ലും. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം ഇത്തരം പ്രശ്നങ്ങളും സ്വാഭാവികമാണ്. രാഷ്ട്രീയത്തില് നേതൃത്വങ്ങളുണ്ട്, പരിഹരിക്കാൻ ഒരു ചെറിയ സമയം കൊടുക്കുക. നിശ്ചയമായും അത് അവരുടെ ഉത്തരവാദിത്വമാണ്. അത്രയും കാലം നമ്മൾ മാധ്യമങ്ങൾ
കടപൂട്ടിയിരിക്കാൻ കഴിയില്ലല്ലോ. അത് മാധ്യമങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, അത് ചർച്ച ചെയ്യുക, അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളെ ജനങ്ങളിൽ എത്തിക്കുക, അതിൽ നിന്ന് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഞാൻ അൻവർ ഷാ പാലോടിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. റൈറ്റ്. അപ്പോൾ ഏതായാലും ഇത് ഷാജി ജോസഫ്, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ശ്രീ കള്ളിവയലിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിശ്ചയമായും ഒരു പുതിയ സർക്കാരാണ്, ആ സർക്കാരിന് ആ ട്രാക്കിലെത്താൻ അതിൻ്റേതായ സമയമെടുക്കും. അത് നിശ്ചയമായും ആ പരിഗണനയോടെ തന്നെ ആ സമൂഹം അതിനെ കാണൂ. പക്ഷേ ആ യാത്രയിൽ ആ സർക്കാരിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ കണ്ടാൽ, അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിലേക്കുള്ള അവിശ്വാസത്തിൻ്റെയും തർക്കത്തിൻ്റെയും നില കണ്ടാൽ സമൂഹം എന്താണ് ചെയ്യേണ്ടത്? ശരത്തെ, ശ്രീ കള്ളിവയൽ പറഞ്ഞതിനോട് ഒരു കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഗവൺമെൻറ്റിനെ വലിയ ഭൂരിപക്ഷം കൊടുത്ത് തിരഞ്ഞെടുത്തതാണ്. വലിയ പ്രതീക്ഷ ഈ ഗവൺമെൻറ്റിൽ നിന്നുണ്ട്. ഒന്നിച്ച് നിന്ന് കേരളത്തിലെ അവർക്ക് കൊടുത്ത ഭൂരിപക്ഷത്തെയും ജനങ്ങൾക്ക് കൊടുത്ത ആ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ സ്വപ്നങ്ങളെയും സാക്ഷാത്കരിക്കുന്ന രീതിയിലുള്ള വഴികളിലൂടെ അല്ല പോകുന്നതെങ്കിൽ 6 മാസം വരെ കേരളത്തിലെ ജനത്തിന് കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ പറയുമ്പോഴും ശ്രീ വി ഡി സതീശൻ ഗവൺമെൻറ്റിന് നമ്മുടെ ആശംസകളുണ്ട്, അഭിനന്ദനങ്ങളുണ്ട്. എന്നിരുന്നാലും മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ 6 മാസം അവർ ഭരിക്കട്ടെ, നമ്മൾ നോക്കിയിരിക്കട്ടെ എന്നൊരു രീതിയിലേക്ക് പോകുന്നത് അല്ല വേണ്ടത്. അവരുടെ ഓരോ പ്രവർത്തനങ്ങളെയും ശ്രീ സതീശൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഞങ്ങളെ വിമർശിക്കണം, നിങ്ങൾ വിമർശിച്ച് ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തണമെന്നാണ് ഇന്നലെ അദ്ദേഹം മീഡിയയോട് പറഞ്ഞത്. അതുകൊണ്ട് ഒരു ദിവസം പോലും അവരെ വാച്ച് ചെയ്യാതിരിക്കരുത്. വളരെ കൃത്യമായി ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നുണ്ടോ, ആ ദിശയിലേക്കാണോ നീക്കങ്ങൾ, അതോ പഴയ കരുണാകരൻ ആൻ്റണി കാലഘട്ടത്തിലെ ഏറ്റുമുട്ടലിൻ്റെ വഴികൾക്കാണോ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന് കണ്ട് അവരെ തിരുത്താനുള്ള ഉത്തരവാദിത്വം ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ജനങ്ങളിലേക്ക് മാധ്യമങ്ങൾ വഴി ഈ ഗവൺമെൻറ്റിൽ എന്താണ് നടക്കുന്നത് എന്ന് ദിവസേന ദൈനംദിനമായി എത്തിച്ചിരിക്കേണ്ട ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട് എന്നാണ്. താങ്ക് യു. 3 പേർക്കും വളരെയധികം നന്ദി. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ വി ഡി സതീശൻ സർക്കാരിൻ്റെ ഒരു ദിവസം പിന്നിട്ട സമയത്ത് രൂപപ്പെട്ടുവന്ന വാർത്തകൾ, വിവാദങ്ങൾ, ആ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് നിലനിൽക്കുന്ന തർക്കങ്ങൾ, ആ തർക്കങ്ങൾ പരിഹരിച്ച് ഇപ്പോഴും ഈ രാത്രിയിലും സർക്കാരിന് വിജ്ഞാപനം പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന അസാധാരണമായ സാഹചര്യം നിൽക്കുന്നു. മുന്നണിക്കകത്തെ മന്ത്രി സ്ഥാനങ്ങളെ സംബന്ധിച്ച, വകുപ്പുകളെ സംബന്ധിച്ച തർക്കങ്ങൾ, കോൺഗ്രസിനകത്തെ തർക്കങ്ങൾ, മുഖ്യമന്ത്രി കൈയാളുന്ന വകുപ്പിനെ സംബന്ധിച്ച തുറമുഖ വകുപ്പിനെ സംബന്ധിച്ച് തന്നെ തർക്കങ്ങൾ ഉയരുന്നു. ഈ ഒരു പശ്ചാത്തലം, അതുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി സമൂഹമാധ്യമങ്ങളടക്കം വന്ന ചർച്ചകളും എല്ലാം ഉൾച്ചേർന്ന ഒരു ചർച്ചയിലേക്കാണ്, സർക്കാരുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കാണ് പോയത്. അപ്പോഴും പുതിയ സർക്കാരാണ്, ആ സർക്കാർ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ നിലപാടുകളും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളും പാലിക്കേണ്ട ബാധ്യതയുണ്ട്. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം തന്നെ ചില തീരുമാനങ്ങളെടുത്തു. അതും ശരിയായ വിലയിരുത്തലുകൾക്ക് മുൻകാല സർക്കാരുകളെടുത്ത തീരുമാനങ്ങളുമായി താരതമ്യം ചെയ്ത് മുൻപ് കൊടുത്ത ഉറപ്പും ഇപ്പോൾ പ്രഖ്യാപിച്ചതും തമ്മിലുള്ള അന്തരം എത്രമാത്രം, ഇത് മതിയോ എന്ന ചോദ്യം എല്ലാം അടങ്ങുന്ന നിലയിലേക്ക് വിലയിരുത്തലുകളുമായി ഈ സർക്കാരിനെ സമൂഹം, കേരളം വളരെ സൂക്ഷ്മമായി വിലയിരുത്തുകയാണ്. അതുതന്നെയാണ് ന്യൂസ് ആൻഡ് വ്യൂസിൽ നമ്മളും ഇപ്പോൾ ഇവരിൽ നിന്ന് കേട്ടത്.